responded. എന്താ കണ്ടിട്ട്? What did Peter see? കീറാറായ വലയും മുങ്ങാറായ രണ്ട് പടം. He saw the miracle where the net was almost tearing and the boats were almost sinking. ഉടൻ പത്രോസ് പറയാ, കർത്താവേ നീ എന്നെ വിട്ടു, ഞാൻ പാപിയാണ്. And Peter responds saying, Lord, please leave me, I am a sinner. കൂടെ ഉള്ളവർക്കും അത് ബോധ്യമായി. There were others also who must have realized this. എന്ത് ബോധ്യമായി? What did they realize? ഞാൻ പാപിയാണെന്ന് ബോധ്യമാകണമെങ്കിൽ ഈ മുമ്പിൽ നിൽക്കുന്നവൻ ആരാണെന്ന് ബോധ്യമായല്ല പാപിയാണെന്ന് ബോധ്യമാവുള്ളൂ. How will you realize that you are a sinner? Only if you realize who is the person standing in front of you. The holiest of holy, പരിശുദ്ധനാണ് എന്റെ മുമ്പിൽ നിൽക്കുന്നത് എന്ന അനുഗ്രഹിക്കപ്പെട്ട അറിവ് പത്രോസിന് കിട്ടി. When Peter realized that Jesus who was standing in front of him was the holiest of holy, that's when he realized. കൂടെയുള്ള തന്റെ സ്നേഹിതന്മാർക്കും അത് പിടികിട്ടിയെന്ന് പറയുന്നുണ്ട്. It says that the others also realized this. അത്രയും ക്രൗഡ് കേട്ടു, പ്രസംഗം കേട്ടു, സംഭവം കണ്ടു. There was a crowd that heard this and saw this miracle. കിട്ടിയ മീനുകൊണ്ട് പോകാനുള്ള സമയമായിരിക്കും ഇല്ലേ? Most of them would have just thought of getting the fish and go. പത്രോസിന് കർത്താവേ, അന്നേരം നീ എന്നെ വിട്ടു പോകുന്ന പറഞ്ഞപ്പോൾ ഒരു കാര്യം പത്രോസിന് പിടികിട്ടി, ഈ പരിശുദ്ധന്റെ കൂടെ നിൽക്കാൻ എനിക്കൊരു യോഗ്യതയും ഇല്ല. Peter realized that I don't deserve to stand with this holy man. കാലങ്ങളായിട്ട് നമ്മൾ വിശ്വാസികളാണ്. We have been believers for a long time. എന്റെ പ്രിയമുള്ളവരെ, നാം പരിശുദ്ധന്റെ മുൻപിൽ നിൽക്കാൻ ഇന്നും യോഗ്യതയുള്ളവരല്ല എന്നുള്ള ബോധ്യം നമ്മെ ഭരിക്കണം. We must be controlled by this thought that we are not worthy to stand beside him. അവനോട് അടുക്കുമ്പോൾ നാം അവനെ ദ്രോഹിക്കുകയാണെന്നുള്ള നമുക്ക് അറിവുണ്ടോ? Do we realize that when we get close to him, we are actually doing violence to him? ശ്രദ്ധിക്കുക, നമ്മുടെ mere presence itself is harassing him. അവനെ ദ്രോഹിക്കുകയാണ്. Just being close to him, getting close to him, that itself is violence to us. അത്രമാത്രം പരിശുദ്ധന് പാപത്തെ പാപത്തോട് ഒരു സോഫ്റ്റ് കോർണറും ഇല്ല. That's how holy he is. He has no sin that can come. ആ ബോധം നമ്മെ ഭരിക്കുമ്പോൾ കർത്താവ് പറയും, come near to me. And when we realize that, that is when Jesus calls us closer. നീ എന്റെ കൂടെ വാ, എന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവർ. That's when Jesus says, you come with me, I will make you a fisher of men. എന്റെ കർത്താവ് ഇത്രയും മീൻ കിട്ടിയില്ല, നമ്മൾ വിറ്റ് കാശാക്കിക്കോട്ടെ എന്ന് പത്രോസ് പറഞ്ഞു. Did Peter say, Lord, this much fish we have caught, let me just sell it and get some money? അതൊന്നും പത്രോസിന് പിന്നെ വിഷയമല്ലായിരുന്നു. Peter did not think about it anymore. ഏത് സമയത്തും എനിക്ക് എന്തും തരാൻ എന്റെ ഹൃദയത്തിൽ ഉണ്ടാകുന്ന ആഗ്രഹത്തെ സഫലമാക്കുന്ന മഹത്വമുള്ളവൻ എന്റെ കൂടെ ഉണ്ടെങ്കിൽ ഈ മീനിന് വേണ്ടി ഞാൻ ഇത് വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ട്. When the Lord himself is with me, the one who has everything in his control, what is the use of this fish? ആ വലയും പടകും എല്ലാം വിട്ടിട്ട് അവനെ അവർ സന്തോഷത്തോടെ അനുഗമിച്ചു. Peter left the boats, the fish, the nets, everything, and he followed. അങ്ങനെ ഒരു അനുഗ്രഹിക്കപ്പെട്ട അനുഗമനം, അവനെ പിന്തുടരുന്ന, അവനെ പിടിക്കുന്ന, അവനെ മുറുകെ പിടിക്കുന്ന, കർത്താവേ നീ കൂടെയില്ലാതെ എന്നോട് ചേർന്നല്ലാതെ ഞാൻ നടക്കുകയില്ല എന്ന തീരുമാനത്തിലേക്ക് നമ്മുടെ ഈ ക്യാമ്പ് അവസാനിക്കുമ്പോൾ നമുക്ക് ഉണ്ടാകണം. This is the kind of following that we must also have, that Lord, I will at any cost follow you. പ്രിയമുള്ളവരെ, കർത്താവിനെ അങ്ങനെ സ്നേഹിക്കുന്ന ഒരു ഹൃദയത്തോടുകൂടി നമുക്ക് പിരിയുവാൻ സംഗതിയാകട്ടെ. May the Lord help us that when we come to the end of this camp, we will also have a heart that desires. നല്ലൊരു ചെലവ് വഹിച്ച മുതൽ മുടക്കിയാണ് നമ്മൾ ഈ ക്യാമ്പ് കൂടുന്നത് അല്ലേ? We have spent a good amount of money to come together like this. 2 ദിവസം ഒരുമിച്ച് നമുക്ക് ക്യാമ്പ് അറ്റൻഡ് ചെയ്യാൻ നമ്മൾ എല്ലാവരും ഒരുമിച്ച് സന്തോഷത്തോടെ കൂടി വന്നിരിക്കുകയാണ്. And we have happily come here for 2 days. അത് നമുക്ക് മാക്സിമം എക്സ്പ്ലോയിറ്റ് ചെയ്യണ്ടേ? We should utilize this to the maximum. പ്രിയമുള്ളവരെ, അത് നമ്മുടെ ഹൃദയത്തിന്റെ ആഗ്രഹമായിരിക്കണം. That must be the desire of our heart. ക്യാമ്പ് കൂടി നല്ല ചെലവൊക്കെ ചെയ്തു നമ്മൾ വലിയ ആത്മീയ കാര്യങ്ങളൊക്കെ ചെയ്തത് എന്ന ഒരു തോന്നലുണ്ടാക്കാനായിട്ട് നമ്മൾ കൂടി വരില്ല കേട്ടോ. We must not do this just to make a tick box that we did some activity, spiritual activity for our church. പ്രിയമുള്ളവരെ, എനിക്ക് നിങ്ങളുടെ മധ്യേ വരുവാൻ കർത്താവ് കൃപ ചെയ്തു. The Lord has enabled me to come into your presence. ഓൾമോസ്റ്റ് 15 വർഷം സ്റ്റാഫ് നേഴ്സ് ആയിട്ട് ഞാൻ ജോലി ചെയ്യുവാനായിട്ടിടയായി. I worked as a staff nurse for 15 years. 5 വർഷം കേരള ഗവൺമെന്റ് ലക്ഷദ്വീപ് ഗവൺമെന്റ് സർവീസിലും കേരള ഗവൺമെന്റ് സർവീസിലുമായിട്ട് 5 years. 5 years with the Lakshadweep government and 5 years in the Kerala government. പിന്നെ 10 years മിനിസ്ട്രി ഓഫ് ഹെൽത്ത് മസ്കറ്റ് ഒമാനിൽ ഞാൻ വർക്ക് ചെയ്തു. Then I worked 10 years in the Ministry of Oman.
അപ്പോൾ അവിടെ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ രാവിലെ തോറും ഞങ്ങൾക്ക് വിവാഹത്തിന് മുമ്പേ ഈ ഏർലി മോർണിംഗ് മെഡിറ്റേഷൻ എൻ്റെ ഒരു ഹാബിറ്റ് ആക്കി കർത്താവ് തീർത്തു. And before my marriage, I had this habit of meditating from God's word early in the morning. രാവിലെ മെഡിറ്റേറ്റ് ചെയ്യുന്ന കർത്താവ് പറയുന്നത് അനുസരിക്കാൻ അങ്ങ് തീരുമാനിക്കുവാൻ കർത്താവ് കൃപ നൽകി. And whatever I got from His word, His command, I used to obey. അത് വിവാഹം കഴിഞ്ഞതിന് ശേഷം ഏർലി മോർണിംഗ് 5 മണിക്ക് ഞങ്ങൾ കുടുംബമായിട്ട് ഇന്നും എപ്പോഴും ആ പതിവ് തെറ്റിച്ചിട്ടില്ല. And I have not, even after marriage, we continue this every day. കഴിഞ്ഞപ്പോൾ ഉണ്ടായ ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് ഒരാളോട് പ്രസംഗിക്കാൻ ഒരാളെ കിട്ടി. When I got married, I got one more person to whom I could. കിട്ടുന്ന ആലോചന അപ്പപ്പോ പ്രസംഗിക്കും ഭാര്യയോട്. So whatever thought I used to get, I used to immediately share it. ഭാര്യയുടെ മുമ്പിൽ പ്രസംഗിക്കാൻ കൊള്ളില്ലാതെ നമ്മൾ സഭയോട് പ്രസംഗിച്ചിട്ട് കാര്യമുണ്ടോ? If something is not worth sharing with your wife, then what's the use of sharing it to the church? ഭാര്യയുടെ മുമ്പിൽ എനിക്ക് പ്രാഗൽഭ്യമില്ലാത്തത് എനിക്ക് ദൈവജനത്തോട് പറയാൻ എന്ത് പ്രാഗൽഭ്യം? If I don't have the confidence of sharing that thought with my wife, how can I share that with the church? ഈ ലോകത്തെ ഏറ്റവും നന്നായിട്ട് അറിയുന്ന വ്യക്തി എന്റെ ഭാര്യയാണ് എന്നെ. In this world, my wife knows me the best. അത് കഴിഞ്ഞ് എന്റെ മക്കൾ, After that, my children. അത് കഴിഞ്ഞ് പിന്നെ എല്ലാവരും ഉള്ളൂ. After that, everybody else. എന്നെ വളർത്തിയ പപ്പയും അമ്മയേക്കാൾ കൂടുതൽ എന്റെ ഹൃദയത്തെ അറിയുന്നത് എന്റെ ഭാര്യ. Even more than my parents, my wife knows me. അങ്ങനെ ഇരിക്കെ വചനത്തിലെ സത്യം ദൈവജനത്തോട് പ്രസംഗിക്കുന്നതിന് മുമ്പ് ഭാര്യയോട് പ്രസംഗിക്കുക, അത് ദൈവത്തിന്റെ ആഗ്രഹമായിരുന്നു. And so God decided that whatever truths I got from God's word, I should first share അങ്ങനെ with my wife. ദൈവകൃപ അനുഭവിച്ചു വരുന്ന കാലയളവിൽ സ്വർഗ്ഗം ഞങ്ങളോട് സംസാരിച്ചു. And in that time, I got a message from God. ആവർത്തന പുസ്തകം 4-ാം അധ്യായത്തിൽ ഒരു വാക്യമാണ് അന്ന് ഏർലി മോർണിംഗ് വായിക്കുവാനായിട്ട് ഇടയായത്. So from the book of Deuteronomy chapter 4, I got one verse. അവിടെ അത് നമുക്കറിയാം, ആ വാക്യം നമുക്ക് കാണപ്പെടാൻ അറിയുന്നത്. അത് നിങ്ങൾ ഈ ജീവന്റെ വചനം നിന്റെ മക്കളോടും മക്കളുടെ മക്കളോടും ഉപദേശിക്കണം എന്ന് പറയുന്നുണ്ട്. And that's the word which tells that you have to teach these words to your children, to your children's ആ children. വാക്യം വായിക്കാം. ആവർത്തനം Deuteronomy chapter 4. Verse 9. Deuteronomy chapter 4, verse 9. വായിക്കും. Take heed to yourself and diligently keep yourself, lest you forget the things your eyes have seen, lest they depart from your heart all the days of your life, and teach them to your children and your grandchildren. മക്കളോട്, ഞങ്ങളുടെ മക്കൾ 3 മക്കളുണ്ട്. I have 3 children. അപ്പൊ ദൈവം അന്ന് രാവിലെ സംസാരിക്കുക, നീ നിന്റെ മക്കളോട് സംസാരിക്കുന്നുണ്ടല്ലോ ഈ സത്യം, എനിക്ക് അതിൽ സന്തോഷമുണ്ട്. And God is telling me that I am happy that you are teaching the truths to your children. നിന്റെ അപ്പൻ നിന്നോട് സംസാരിക്കും. നിന്റെ അപ്പന് നീ മക്കളാപ്പല്ലോ. ഞങ്ങൾ 3 brothers, ഞങ്ങളോട് ഞങ്ങളുടെ അപ്പൻ സംസാരിച്ചിട്ടുണ്ട്. And my father also has taught me and my 2 brothers. അന്ന് രാവിലെ ഏർലി മോർണിംഗ് കുടുംബമായിട്ട് ഞങ്ങൾ ദൈവസന്നിധിയിലിരിക്കുമ്പോൾ ദൈവം പറയാണ്, നിന്റെ അപ്പന് നിന്റെ മക്കളെ ഉപദേശിക്കുവാനുള്ള അവകാശമുണ്ട്. And God told me that your father had the right to teach you 3 children. ശ്രദ്ധിക്കാൻ, ദൈവം സംസാരിക്കുന്ന വിധമാണ് ഞാൻ പറഞ്ഞു വരുന്നത്. So I am telling how God was speaking. ഞങ്ങൾ മസ്കറ്റില്ല, We are in Muscat. ഞങ്ങളുടെ പാരന്റ്സ് നാട്ടില. Our parents are in Kerala. ശ്രദ്ധിക്കുക, അവിടെ ആയിരിക്കുമ്പോൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുക. ഞാൻ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ. ഷീ ഈസ് ഓൾസോ സ്റ്റാഫ്നസ്. ഞാൻ വിവാഹം കഴിഞ്ഞ് അവിടെ ജോലിക്ക് പോയിട്ടില്ല. And I am the only one working there. She is also a nurse, but she was not working. അപ്പോ ഞങ്ങൾ കുടുംബമായിട്ട് ദൈവകൃപ അനുഭവിക്കുമ്പോൾ അന്ന് രാവിലെ ദൈവം സംസാരിക്കുക, മോനെ നിന്റെ മക്കളെ നീ ഉപദേശിക്കുന്നു, എന്നാൽ നിന്റെ അപ്പന് നിന്റെ മക്കളെ ഉപദേശിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് പിടികിട്ടിയോ? But God told me, see, you are teaching your children, but your father, is he able to teach his grandchildren? അതല്ലേ ഇവിടെ നമ്മൾ വായിച്ചത്. മനസ്സിലായോ കാര്യം? That's what we are reading here. നിങ്ങൾക്ക് പിടികിട്ടുന്ന നിലയിലാണ് ഞാൻ ഈ പറയുന്നത്. ഞാൻ ഹെവി ആയിട്ടൊന്നും പോകുന്നില്ല. ഞാൻ വളരെ, കാരണം എന്റെ ട്രാൻസ്ലേറ്ററിന് എന്റെ കൂടെ വരണം, അതുകൊണ്ട് ഞാൻ വളരെ വളരെ കൂളായിട്ടാണ് പോകുന്നത്. പക്ഷെ നമ്മുടെ ക്ലീനായിട്ടുള്ള കാര്യം പിടികിട്ടണം. Did you get the point? I am telling it in a very simple manner. എന്ന് പറഞ്ഞാൽ എനിക്ക് എന്റെ കൊച്ചുമക്കളെ എന്റെ കൊച്ചുമക്കളെ ഉപദേശിക്കണമെങ്കിൽ എന്റെ മക്കൾ കല്യാണം കഴിച്ച് അവർക്ക് കുഞ്ഞുങ്ങളുണ്ടാകണം. ശരിയല്ലേ? If I have to teach my grandchildren, my children, they must get married, have children. എന്നാൽ അന്ന് എന്റെ മക്കളോട് എന്റെ അപ്പനും അമ്മയുണ്ട്, ഇപ്പോഴും അവരുണ്ട്. എന്റെ പാരന്റ്സിന് എന്റെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കാനുള്ള അവകാശം ഇവിടെ ഉണ്ടെന്നുള്ള കാര്യം നിനക്ക് പിടികിട്ടിയോ എന്നാ ദൈവം ചോദിച്ചാൽ.
And God asked me that even your grandfather need to have time with your children. Your father has to need to have time with your children. അപ്പോ കർത്താവ് പിടികിട്ടി എന്ന് ഞാൻ പറഞ്ഞു. So I said, God, I got your point. അപ്പോ നിന്റെ തീരുമാനം എന്താണെന്നാ ദൈവം എന്നോട് ചോദിക്കുന്നത്. And he asked me, then what is your decision? അപ്പോ പപ്പയും മമ്മിയും ഞാൻ ഇങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു. So I said, Lord, I'll get my parents here. നിങ്ങൾ വന്നില്ല, അവർ എത്ര മാസം നിന്നെന്ന് ചോദിച്ചു ദൈവം. So God asked me, last time they came, how much duration did they stay? 3 മാസത്തെ വിസിറ്റിംഗ് വിസ എടുത്തിട്ട് They took a visa for 3 months. പക്ഷേ 2 മാസം കഷ്ടിച്ച് നിന്നിട്ട് അവർ സ്ഥലം വിട്ടു. But they hardly stayed for 2 months and then they left back. അപ്പൊ ഇനിയും കൊണ്ടുവന്നാൽ എന്താ സ്ഥിതി എന്ന് ദൈവം എന്നോട് ചോദിച്ചു. God asked me that if you bring them here, what will be their condition? നിന്റെ കുഞ്ഞുങ്ങളെ കണ്ടിന്യൂസ് ആയിട്ട് അവരുടെ മടിയിൽ വളർത്തുവാൻ, അവരോട് കൂടി സഹവസിക്കുവാൻ കഴിയുന്നില്ലെങ്കിൽ അവർക്ക് എങ്ങനെ നിന്റെ കുഞ്ഞുങ്ങളെ ഉപദേശിക്കുവാൻ സാവകാശം കിട്ടും എന്ന് ദൈവം എന്നോട് ചോദിച്ചു. God asked me that if your children don't get any time to spend with their grandparents, how will they be able to teach them anything? അന്ന് രാവിലെ കർത്താവ് പറയുകയാണ്, പ്രാർത്ഥിച്ച് അമ്മേ പറയുന്നതിന് മുമ്പ് യു ടേക്ക് ദ ഡിസിഷൻ then you pray എന്ന് പറയുക. And that moment God asked me to take the decision even before I said amen to that day's prayer. കർത്താവ്, ഞങ്ങൾ ഉടൻ തന്നെ താമസിക്കാതെ റിസൈൻ ചെയ്ത് അടുത്ത അധ്യയന വർഷം, അടുത്ത എഡ്യൂക്കേഷൻ ടൈം എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ കുഞ്ഞുങ്ങളെ ഫസ്റ്റ് മൂത്ത മോക്ക് 1ാം ക്ലാസ്സിലേക്ക് ചേർക്കുന്ന സമയത്തേക്ക് ഞങ്ങളുടെ നാട്ടിലേക്ക് പോയിക്കൊള്ളാമേ എന്ന് തീരുമാനമെടുത്തു. That was the time when my eldest daughter was in first class and I took the decision that we were going to resign and go back to അപ്പോൾ നാട്ടിൽ ചെന്ന് ഞാൻ വർക്ക് ചെയ്യാൻ ഓർത്തോപെഡിക് സ്റ്റാഫ് നേഴ്സ് ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്ന ഞാൻ. So I was an orthopedic staff nurse ഓപ്പറേഷൻ തിയേറ്റർ working in OT. അപ്പോൾ അങ്ങനെ വർക്ക് ചെയ്യുമ്പോൾ എനിക്ക് എവിടെ ചെന്നാലും OT സ്റ്റാഫായിട്ട് കിട്ടാൻ ഒരു ബുദ്ധിമുട്ടുമില്ല. So that job is always available. I can get that in Kerala as well. ഹോസ്പിറ്റലിസ്റ്റുമാരാണല്ലോ നമ്മുടെ ഹോസ്പിറ്റലിസ്റ്റുമാരുണ്ട്. And this job is very required. നാട്ടിൽ വന്ന് വർക്ക് ചെയ്യാനുള്ള തീരുമാനത്തിലാണ് റിസൈൻ ചെയ്യാമെന്ന് തീരുമാനത്തിലായത്. So the decision was to leave Muscat and come to 3 Kerala. മാസം കൂടെ മുമ്പോട്ട് പോയി. So after 2-3 months also went. കർത്താവ് പറഞ്ഞു, നീ ജോലി ചെയ്യാനില്ല പോകട്ടെ. Then the Lord again spoke to me, said, I am not sending you to work there. നിന്റെ ഞാനെന്റെ ശുശ്രൂഷയ്ക്ക് വിളിക്കുക. I am calling you for my work. കർത്താവ്, ഞാൻ എങ്ങനെ ജീവിക്കും? I asked Lord, how will I live? അപ്പൊ നീ നിന്റെ സാലറി കൊണ്ടാണ് എത്ര നാളും ജീവിച്ചത് എന്ന് കർത്താവ് ചോദിക്കുക. And God asked me, did you live because of the work that you were doing? ഞാൻ സൂക്ഷിച്ചില്ലായിരുന്നെങ്കിൽ നീ ജീവിക്കുമായിരുന്നു. Would you even live without my will? അങ്ങനെ കർത്താവ് ഞങ്ങളുടെ വിശ്വാസം നേടി റെസിഗ്നേഷനിലേക്ക് കർത്താവ് എത്തിച്ചു. So the Lord took our faith and He made me to resign from work. 2008 ജൂലൈയിലാണ് ഞങ്ങൾ തിരിച്ചു വരുന്നത്. In 2008 we came back. അതിന്റെ മുമ്പ് എന്റെ ഫാദർ-ഇൻ-ലോ പെട്ടെന്ന് ഹാർട്ട് അറ്റാക്ക് ആയിട്ട് മരിച്ചു. And just around that time my father-in-law had a heart attack and he passed away. 2008 ജനുവരിയിൽ ഞങ്ങൾ റഷപ്പ് ചെയ്തു നാട്ടിലേക്ക്. And 2008 January we rushed to Kerala. അടക്കം കഴിഞ്ഞിട്ട് After the funeral, എന്റെ മക്കളെയും വൈഫിനെയും നാട്ടിലാക്കിയിട്ട് ഞാൻ റിസൈൻ ചെയ്യാൻ തന്നെ പോയി. after leaving my wife and kids back in Kerala, I went to resign. 3 മാസം ദൈവവുമായിട്ടൊരു മൽപ്പിടുത്തത്തിലായിരുന്നു. And I was alone there and I was having my time of struggle. യാക്കോബ് എന്റെ കുടുംബത്തെ അപ്പുറം കടത്തിയിട്ട് ഇപ്പറേ ദൈവവുമായിട്ട് മൽപ്പിടിച്ചതുപോലെ 3 മാസം മൽപ്പിടുത്തമായി. Just like Jacob, he sent his family across the river and then alone he had a struggle with the Lord. അങ്ങനെ ദൈവം ആ മൽപ്പിടുത്തത്തിൽ ജയിച്ചു. And in that struggle, God won. ഉറപ്പിച്ച് ധൈര്യപ്പെടുത്തി റിസിഗ്നേഷൻ കൊടുക്കാൻ കൃപ നൽകി. He gave me the confidence to resign. അങ്ങനെ വന്നിട്ട് ഇന്ന് വരെ കർത്താവിന്റെ വിശ്വസ്തതയ്ക്ക് ഒരു ഭംഗവും വന്നിട്ടില്ല. And from that day onwards till today, the Lord has been faithful. എല്ലാ കാര്യങ്ങളും കർത്താവ് നടത്തി തന്നുകൊണ്ടിരിക്കുക. And He is working out everything beautifully. അങ്ങനെ വിശ്വാസത്താൽ പുറപ്പെട്ടു. And we are going by faith. Anyhow, സമയത്തെ I cannot see the clock in the അപ്പോൾ എന്നെ ഒരു 5 മിനിറ്റ്സ് മുമ്പ് കൈ അടിച്ചേ. അപ്പോൾ ഇങ്ങനെ ദൈവം വിളിച്ചിട്ട് അങ്ങനെ കർത്താവിന്റെ ശുശ്രൂഷയിൽ കഴിഞ്ഞ 17-18 വർഷമായിട്ട് ആയിരിക്കുന്നു. And since the last 17-18 years, I have been in God's ministry. പ്രധാനമായിട്ടും വചനം പഠിപ്പിക്കുക എന്നുള്ള ശുശ്രൂഷ ആ കൃപ ദൈവം എനിക്ക് നൽകിയിരിക്കുന്നത്. And the
ministry that God has given me is to teach God's word. അത് ഞാൻ ബൈബിൾ കോളേജിൽ പോയി പഠിച്ചതല്ല. This is not something that I've learned in അങ്ങനെ college. ഒരു ഡിഗ്രി എനിക്കില്ല. I don't have a degree for that. അങ്ങനെ പോകാൻ ദൈവം ഒട്ടും എന്നെ പ്രോത്സാഹിപ്പിച്ചില്ല. The Lord did not encourage me to do that also. അതിരാവിലെ ജ്ഞാനത്തിന്റെ പടിവാതിൽക്കൽ വന്ന് ദൈവകൃപ അനുഭവിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ഒരു കാര്യം ജീവിതത്തിൽ കണ്ടിന്യൂ ചെയ്തു. കർത്താവ് നല്ല നിലയിൽ പഠിപ്പിച്ചു, ജീവിതം കൊണ്ട് പഠിപ്പിച്ചു. Early morning, I had the habit of coming to His footstep and to read His word. That is what given me. സാഹിബിലൊരു പാട്ടുണ്ടല്ലോ, അറിയാമോ? അധികാലത്ത് ജ്ഞാനത്തിൻ പടിവാതിൽക്കൽ ഉണർന്നു, അധികാലത്ത് ജീവമാർഗം പഠിച്ചും കൊള്ളുന്നു ധന്യൻ, അടുക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നു, പഠിക്കാതെ ജീവമാർഗം പഠിച്ചും കൊള്ളുന്നു ധന്യൻ. അപ്പൊ അധികാലത്ത് ജ്ഞാനത്തിന്റെ പടിവാതിൽക്കൽ, ഇത്രയും അനുഗ്രഹിക്കപ്പെട്ട ഒരു പടിവാതിൽ ദൈവം നമുക്ക് തന്നിട്ട് നമ്മൾ അതിനെ നിരസിച്ച് ജീവിച്ചാൽ എത്ര ദുഃഖകരം. Such a way of life that is so precious has been given to us by God. If we don't give it its value, how sad it is. പ്രിയമുള്ള കർത്താവ് നമ്മെ ആ നിലയിൽ നമുക്ക് എല്ലാവർക്കും കൃപ നൽകട്ടെ. The Lord give us grace to give value. അങ്ങനെ കർത്താവ് ജീവിതത്തിൽ അനുഭവത്തിലൂടെ വചനം പഠിപ്പിച്ച് കൃപ അനുഭവിക്കുവാൻ ഇടയായതുകൊണ്ട് ആ അനുഭവത്തിലൂടെയാണ് ഞാനും വചനം പഠിപ്പിക്കുവാനായിട്ടും ആഗ്രഹിക്കുന്നത്. അങ്ങനെ നമ്മളെല്ലാവരും ദൈവകൃപ ഈ 2, 3, 5, 6 സെഷൻസ് അനുഭവിക്കാൻ കർത്താവ് സംഗതിയാകട്ടെ. And because of the grace and from God to understand from His word, that is why I want to share that with you, and let us all sit with that expectation that we get from grace. എനിക്ക് 3 മക്കളാണ്, അവരെല്ലാവരും കോളേജ് ലെവലിലാണ്. I have 3 children and all of them are in college. 2 മക്കളും ഒരു മോനുമാണുള്ളത്. I have 2 daughters, 1 son. എനിക്ക് എന്റെ പാരന്റ്സ് ക്ഷമമായിട്ടിരിക്കുന്നു. എന്റെ ഫാദർ പെട്ടെന്ന് ലാസ്റ്റ് 4 years ബിഫോർ ഒരു സ്ട്രോക്ക് ഉണ്ടായി. ആ സ്ട്രോക്ക് ഉണ്ടായതിന്റെ കാരണം ലിംസിനെ അഫക്ട് ചെയ്തില്ലെങ്കിൽ മെമ്മറി പവറിനെ അത് അഫക്ട് ചെയ്തു. My father had a stroke 4 years back, and after that his memory has been severely affected. അങ്ങനെ മെമ്മറി ഇങ്ങനെ ഡൗൺ ആകുന്ന കഴിഞ്ഞ 4 years ആയിട്ട് നിങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. And it's been a constant deterioration in his memory over the past 4 years. അപ്പൊ നന്നായിട്ട് പാട്ട് പാടുകയും വചനം വായിക്കുകയും ശുശ്രൂഷയും ഒക്കെ ചെയ്യുന്ന ഒരു ദൈവദാസനായിരുന്നു. He was God's servant who used to minister God's word, sing songs. എക്സ് എയർഫോഴ്സ് ആണ്. He was Air Force. ഡിഫൻസിലായിരുന്നു. അങ്ങനെ ഞങ്ങള് വടക്കേന്ത്യയിലൊക്കെ പല ഭാഗത്തും പഠിച്ചും ജോലിയോട് ബന്ധത്തിൽ അങ്ങനെ ആസാം, ആഗ്ര, ഡൽഹി, പഞ്ചാബ് ഇങ്ങനെയൊക്കെ ഞങ്ങൾ കറങ്ങി വന്നിട്ടുണ്ട് കുഞ്ഞുനാളില്. In my childhood days, when my father was working in Air Force, so I have gone in different places, and Assam, Agra, and North India. അപ്പൊ സ്വർഗത്തിലെ ദൈവമാണ് നമ്മളോട് സംസാരിക്കേണ്ടത്. So God has to speak to us. ഇന്ന് മുതൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക. അപ്പൊ അങ്ങനെ കൂടി വന്നത് നമ്മൾ ഇത്രയും ഒരു സ്ട്രെയിൻ എടുത്ത് ചെലവ് ചെയ്ത് നമ്മളെല്ലാവരും ഒരുമിച്ച് താമസിക്കാനുള്ള തീരുമാനത്തിൽ ഉറപ്പിച്ച് വന്നിട്ട് നമുക്കത് ലാഭകരമായില്ലെങ്കിൽ ഇതൊരു നഷ്ടമാണ്, അല്ലേ? And we have spent so much to come together in this fashion. We have given our time, energy, and money, and we are doing this thing. If this goes waste, then how sad it would be. അപ്പൊ അതുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റി തന്നെ മുൻപോട്ട് പോകാനായിട്ടാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. So let us utilize this, give it our full concentration. ശ്രദ്ധിക്കുക, ആധുനിക തലമുറയിൽ ചർച്ച് മെമ്പേഴ്സ് അല്ലെങ്കിൽ നമ്മുടെ അസംബ്ലീസിന്റെ മെമ്പേഴ്സ് കുറയുവാണോ കൂടുവാണോ? So just consider this. In these modern times, is the population within the church, is it increasing or decreasing? പുതുതായിട്ട് സുവിശേഷം വന്നിട്ട് ആരും തന്നെ വരുന്നില്ലല്ലേ? Are new people coming, the first generation converts? വളരെ കുറച്ച് മാത്രമേ വിശ്വസിച്ച് മുൻപോട്ട് വരുന്നുള്ളൂ. There are very few who are coming newly. ബയോളജിക്കൽ ഇൻക്രീസ് നടക്കുന്നില്ല. Even children are not being produced. പണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു ഒരു കുടുംബത്തില്. Earlier days, in one family, many children were there. നമ്മൾക്ക് തോന്നുന്നു 2 ആയിട്ടങ്ങനെ ചുരുങ്ങി പോവുക. Now we have reduced it to around 1 or 2. ലോകം കൊണ്ടുവരുന്ന ഒരു പ്രൊപ്പഗാൻഡ നമ്മുടെ ഹൃദയത്തെ കയറി ബാധിച്ചു വാസ്തവത്തിൽ. And this is actually a world's propaganda that has hindered ഞങ്ങൾ us. നഴ്സിംഗിൽ പഠിക്കുമ്പോൾ എന്താ പറയുന്ന ഒരു ഫാമിലി പ്ലാനിംഗ് എന്ന് പറഞ്ഞ ഒരു സെക്ഷൻ പഠിക്കണം. So
So when we are studying for nursing, there is a chapter on family planning. അതിലൊരു സ്ലോഗൻ ഉണ്ട്, ചിൽഡ്രൻസ് നോട്ട് ബൈ ചാൻസ് ബട്ട് ബൈ ചോയ്സ്. ഇത് വലിയ പ്രബോധനം. അപ്പൊ എനിക്ക് ഭയങ്കര വീര്യം തോന്നിയ ഒരു സ്ലോഗനായിരുന്നു. So it was a slogan that said, children not by chance but by choice. എന്റെ പ്രിയമുള്ളവരെ, എന്തോ ഒരു വിവരം കെട്ട ഒരു സ്ലോഗനാണ്. വചനപ്രകാരം നോക്കുമ്പോൾ ഞാൻ ഈ നാളുകളിൽ ഇതൊക്കെ എത്ര ശക്തമായിട്ടൊക്കെ പറയാനൊക്കെ ശ്രമിച്ചിട്ടുണ്ടോ, എത്രയോ ബുദ്ധിഹീനതയാണ് വിളിച്ചു പറഞ്ഞത് എന്ന് നിങ്ങൾക്ക് ആർക്കെങ്കിലും തോന്നിയിട്ടുണ്ടോ? Have you thought about this slogan? And I have felt that this was a very foolish slogan. എന്റെ ഒരു കർത്താവ് നമുക്ക് നൽകാൻ ആഗ്രഹിച്ചതിന് എന്റെ ജീവിതത്തിൽ, കുടുംബ ജീവിതത്തില് ഞങ്ങൾ എടുത്തൊരു തീരുമാനം, ഇന്നും ദൈവം കുറ്റപ്പെടുത്തുന്ന ഒരു തീരുമാനമുള്ളൂ, മക്കൾ മതി എന്ന് വെച്ച തീരുമാനം. And in our family, the only decision which was not that pleasing to what I feel is that we stopped having children. 2 സിസേറിയനായിപ്പോയി. അല്ലെങ്കിൽ ഞാൻ 7 മക്കളെങ്കിലും ചുരുങ്ങിയത് വേണമെന്ന് ആഗ്രഹിച്ചാണ്. 2 of them were cesarean, otherwise we would probably have at least 7. ഞാൻ ഓപ്പറേഷൻ തിയേറ്ററിൽ വർക്ക് ചെയ്യുന്നുണ്ട്. I used to work in the OT. എന്റെ കൂടെ വർക്ക് ചെയ്യുന്ന നേഴ്സസ്, എന്റെ ജോർജ്, എന്തൊരു വിവരക്കടി, നീ നിന്റെ ഭാര്യ എപ്പോഴും കീറി മുറിക്കാനായിട്ട് വിട്ടുകൊടുത്തോണ്ടിരിക്കുകയാണോ, ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ അങ്ങനെയാണെങ്കിൽ വേണ്ട എന്ന് ചിന്തിച്ച് സ്റ്റോപ്പ് ചെയ്തു. And all my colleagues, they used to question me, already your wife has 2 cesareans, do you want to keep on making her suffer? അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ഓട്ടോമാറ്റിക്കലി എന്നെ മനസ്സിന്റെ ഒരു ബലഹീനത കൊണ്ട് എടുത്ത തീരുമാനം. പക്ഷേ ദൈവം മക്കളെ തന്നുകൊണ്ട് തന്നെ ഞാൻ അത് സ്റ്റോപ്പ് ചെയ്യും. ഞങ്ങളത് അങ്ങനെ തീരുമാനിച്ചതിൽ ദുഃഖിക്കുന്ന ഒരു കുടുംബമാണ്. നിങ്ങൾ എത്ര പേര് ദുഃഖിക്കുന്നുണ്ടെന്ന് എനിക്കറിയില്ല. We made the choice that we will stop at number 3. ഓക്കെ, ഞാൻ പറഞ്ഞു വരുന്നത്, ദൈവം മക്കളെ തരാൻ ആഗ്രഹിച്ചാൽ, മക്കളെ തന്നാൽ പുലർത്താൻ ദൈവത്തിന് കഴിയില്ലേ? If God decides to give us a child, wouldn't God be able to give us the capability? ഇന്നുള്ളതുപോലെ സമൃദ്ധി പണ്ടുണ്ടായിരുന്നോ? Do we have the abundance today that we had long back? പണ്ട് ഒത്തിരി കുഞ്ഞുങ്ങളുണ്ടായിരുന്നു അല്ലെ, ചെറിയ വീടായിരുന്നു. In the olden days, there were many children and a small house. വീട് നിറച്ച് പിള്ളേരുണ്ടായിരുന്നു. The house was filled with children. പക്ഷെ എല്ലാവരും വിശപ്പ് മാറുന്നത് പോലെ കഴിക്കാനില്ലായിരുന്നു. And oftentimes there wouldn't be enough food also to satisfy. പക്ഷെ ഉള്ളത് അവർ സന്തോഷത്തോടെ കഴിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്ത് അധ്വാനിച്ച് ജീവിക്കുന്ന ഒരു കൂട്ടമായിരുന്നു. But whatever was there, they enjoyed it, shared it, and lived. ഞാൻ സത്യത്തിലേക്ക് കൊണ്ടുവരിക നിങ്ങളെ, And bringing you to one truth. നമ്മൾ അന്നത്തെ കാലത്ത് ഒരു വീട്ടില് ഫുൾ ബൈബിള് എല്ലാ വീട്ടിലും ഉണ്ടോ? ഓൾമോസ്റ്റ് 80 years before, not be. Imagine how many Bibles were there in a house around 80 years back. എനിക്ക് 52 ആയി. I'm 52 years old. എന്റെ 10th സ്റ്റാൻഡേർഡിലാണ് എനിക്കൊരു ഫുൾ ബൈബിൾ എനിക്ക് വായിക്കാൻ എന്റെ ഗ്രാൻഡ് മദർ എനിക്ക് മേടിച്ചു തന്നത് ഞാൻ ഓർക്കുന്നത്. When I reached my 10th class, that is when I got a full Bible. അതൊരു ഗിദെയോൻസിന്റെ സങ്കീർത്തനങ്ങളുള്ള ഒരു പുസ്തകം, ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഞാൻ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. Till that time, I was using the Gideon's New Testament. അപ്പോ അങ്ങനെയുള്ള ന്യൂ ടെസ്റ്റ്മെന്റ് ഉപയോഗിച്ച് ഫുൾ ബൈബിൾ കിട്ടിയപ്പോൾ വലിയ ആശ്വാസമായി. So when I got my full Bible, both Old and New Testament, I was very happy. അതുവരെ വീട്ടിലെ ഒരു ഇംഗ്ലീഷ് ഫുൾ ബൈബിൾ, ഒരു മലയാളം ഫുൾ ബൈബിൾ, ഒന്ന് മമ്മയുടെ ഒന്ന് പപ്പയുടെ. Till that time, there were only 2 full Bibles in the house. പാഠപുസ്തകം ഒന്നേ ഉണ്ടായിരുന്നുള്ളൂ. There was only one song book. മിക്കവാറും എല്ലാ പാട്ടുകളും കാണാപാഠം പഠിക്കും. And mostly we will memorize all the songs. കാരണം ഒരാള് ലീഡ് ചെയ്യുന്നത്. Because everybody cannot have. എല്ലാവരും ചേർന്ന് പാടണമല്ലോ. Yeah, everybody can have their own ഒരു song 50 book. years ബിഫോറുള്ള സംഭവം ഞാൻ ഈ പറയുന്നത്. I'm just telling you how it was 50 years back. അന്ന് ഫുൾ ബൈബിൾ എല്ലാ വീടുകളിലും ഇല്ല. You don't even have a full Bible in the house. അതിന് മുമ്പുള്ള കാലത്തേക്ക് ഒരു സഭയിൽ ഒരു ബൈബിൾ ഉള്ള കാലഘട്ടമുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? If you go even further back, there were also days when within the whole church there is only 1 or 2 Bibles. ഇന്നത്തെ ആത്മീക വളർച്ചയേക്കാൾ അന്നുള്ള ദൈവജനം നമ്മളെക്കാൾ ആത്മീകരായിരുന്നു. How was the spiritual condition of that time compared to today? എങ്ങനെയാ നമ്മുടെ അസസ്മെന്റ്? ആയിരുന്നു അല്ലേ? Were they more spiritual? ഏത് ബൈബിള് തീരെ എണ്ണം കുറവായിരുന്നു. The Bible's count was less. ഒരു സഭയിൽ ഒരു ബൈബിൾ മാത്രമുള്ള കാലഘട്ടം ഉണ്ടായിരുന്നു. In the church there's only 1 or 2 Bibles. അവര് ആഴ്ചയിൽ 3-4 തവണ കൂടി വരുവാൻ ആഗ്രഹിക്കുന്നത് വചനത്തിൽ നിന്ന് വായിച്ച് കേൾക്കാനായിട്ട് ആഗ്രഹിച്ച ഓടി വരുന്നത്. And the desire in their hearts to come together at least 3-4 times in a week. വായന എന്നൊരു പ്രയോഗം തിമോഥെയോസിൽ കാണുന്നുണ്ട്. വായന, പ്രബോധനം. ആ വായന എന്ന് പറഞ്ഞാൽ അന്നത്തെ കാലത്ത് വചനം വായിച്ച് കേൾക്കാനായിട്ട് വന്നു കൂടുക. ആരുടെയും കയ്യിൽ ബൈബിൾ ഇല്ല. Because they don't have the Bibles, they don't have the luxury, so they are coming to church and they are reading from God's word when they are coming to church. ഇന്നുള്ള
നമ്മൾ പറയുന്ന എന്താ വേദ മത്സരങ്ങൾ അന്ന് നടക്കുമായിരുന്നോ? During those days, did we have these theological debates? ഞാൻ ചോദിക്കുന്നത് വേദ മത്സരങ്ങൾ നമ്മുടെ ബാലസംഘത്തിലൊക്കെ എന്താ വേദ പരിചയം എന്ന് പറഞ്ഞാൽ എന്താ? പെട്ടെന്ന് ഒരു പോർഷൻ എടുക്കുക അല്ലെ, അതിന് വേദ പരിചയം എന്ന് പറഞ്ഞ അല്ലെ. So do we have these competitions within the church? നടക്കുവോ? അന്ന് നടക്കുവോ? Will these things be there those days? അങ്ങനെ കാരണം എല്ലാവരും ബൈബിൾ ഇല്ലല്ലോ. We don't even have Bible. So how വേദ വിജ്ഞാനം എന്ന മത്സരം നടക്കുവോ? വേദ വിജ്ഞാനം എന്ന് പറഞ്ഞാൽ പരീക്ഷ, ബൈബിൾ Bible quiz in those days? നമ്മള് ഇന്ന് ആത്മീയ വളർച്ചയുടെ മാനദണ്ഡം ഇതൊക്കെ വെച്ചാ നമ്മുടെ ഇന്നത്തെ മാനദണ്ഡം പോകുന്നുണ്ട്, എന്നിട്ട് നമ്മുടെ ആത്മീയ വളർച്ച നടക്കുന്നില്ല. Today we are comparing ourselves with one another based on these parameters, but still our spiritual growth is not happening. വാക്യങ്ങളുടെ എണ്ണം മനഃപ്പാഠമാക്കി മാക്സിമം വാക്യം പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുന്ന പരിപാടി ഉണ്ടല്ലേ? ഇല്ലേ? Today we have the gift giving to the people who memorize maximum verses. അന്നത് സംഭവിക്കുമായിരുന്നു. Those days will the gift be given? അങ്ങനെ ഒരു മത്സരം അന്ന് വെച്ചാൽ എത്ര കുഞ്ഞുങ്ങൾക്ക് വാക്യം പറയാൻ ബൈബിൾ കയ്യിലുണ്ട്? In those days, how many children would be able to memorize the verses? ഞാൻ പറഞ്ഞ പോയിന്റ് പിടികിട്ടും. നമ്മൾ ചെയ്യുന്ന തെറ്റെന്താണെന്ന് നമുക്ക് പിടികിട്ടണം. അതിനുവേണ്ടി ഞാൻ പറഞ്ഞു വരുന്നത്. I'm giving all these examples so that you get the point. What is the wrong we are doing? ആത്മീക വളർച്ചയ്ക്ക്, കുഞ്ഞുങ്ങളുടെ ആത്മീക വളർച്ചയ്ക്ക് നാം ചെയ്തു കൂട്ടുന്ന ചില കാര്യങ്ങൾ ഓട്ടോമാറ്റിക് എന്ന് പറഞ്ഞാൽ വചനം പഠിപ്പിക്കണമെന്നോ വചനം മെമ്മറൈസ് ചെയ്യണ്ടായോ എന്നും അല്ല ഞാൻ പറയുന്നത്. എങ്ങനെ മെമ്മറൈസ് ചെയ്യണമെന്ന് നമുക്കറിയില്ല. So the point here, I'm not saying that you should not have a Bible quiz or you should not memorize the verses for Sunday school. What I'm saying is why we are doing it. That point should be made clear. എങ്ങനെയാണ് ആ കാര്യം നമ്മൾ സൂക്ഷിക്കേണ്ടതെന്നുള്ള കാര്യം നമുക്കറിയില്ല. How? What is it that we are guarding? What is it that we are doing? അന്ന് ഒരു വീട്ടിൽ ഒരു ബൈബിൾ, ഒറ്റ ബൈബിൾ വളരെ കഷ്ടിച്ച് ഒരു ന്യൂ ടെസ്റ്റ്മെന്റ് ഉള്ള വീടുകൾ ഇഷ്ടമാതിരി ഉണ്ടായിരുന്നു. Those days, even in some houses, there is no Old Testament also, only New Testament. കൃഷിക്കാരായിട്ടുള്ള മാതാപിതാക്കന്മാരൊക്കെയാണ് അന്നത്തെ കാലത്ത് അല്ലെ കഷ്ടപ്പെട്ട് ജീവിക്കുന്ന കാലമാണ്. There were farmers and many. That was the main job that they did. അപ്പൊ അപ്പൻ വൈകിട്ട് കൃഷിയുടെ പണികളൊക്കെ കഴിഞ്ഞ് വൈകിട്ട് കയറി വരുമ്പോ, so the father he will work in the field the whole day. എന്ന് പറഞ്ഞാൽ അന്ന് രാത്രി early to bed അല്ലെ. Those days, evening the day gets over. എല്ലാ വീട്ടിലും ഇലക്ട്രിസിറ്റി ഇല്ല. Because every house doesn't even have ഒരു electricity. വീട്ടിലും ടി വി ഇല്ല, There's no TV. റേഡിയോ ഇല്ല. There's no radio. ഇലക്ട്രിസിറ്റി കൊണ്ടുള്ള പരിപാടികളൊക്കെ തീരെ കുറവാണ്. അപ്പൊ വെട്ടം മങ്ങി തുടങ്ങുമ്പോഴേക്കും എന്ത് ചെയ്യും? അവർ ആഹാരം കഴിക്കും, കുടുംബ പ്രാർത്ഥന കഴിക്കും. So by the time the sunlight goes down, they have come back home. They will have food. early to rise up. And they will get up early in the morning. എന്നിട്ട് രാവിലെ നേരം കിടക്കും അല്ലേ? And the morning would be early. നേരം ദൈവസന്നിധിയിൽ ഇരുന്ന് പാട്ട് പാടി പ്രാർത്ഥിച്ചിട്ട് പണിക്കേട്ടിറങ്ങി. So they will get up and again sing songs and pray and then they will go. ഇന്ന് എന്തുകൊണ്ട് ആത്മീയത കുറയുന്നു? Why today the spirituality is going down? എന്തുകൊണ്ട് ആധുനിക തലമുറയിൽ ദൈവ മക്കൾ കുഞ്ഞുങ്ങൾ എന്തുകൊണ്ട് സഭകളിൽ നിന്ന് വിട്ടുപോകുന്നു? Why are the young children? Why are they leaving the church? നാം ചെയ്യുന്ന തെറ്റെന്താണ്? What is it that we are doing wrong? നമുക്ക് എങ്ങനെ അതിനെ റെക്ടിഫൈ ചെയ്യാൻ പറ്റും? What can we do to change this? എന്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അങ്ങനൊരു അന്വേഷണം ഉണ്ടോ? Do we even analyze or investigate into this? കർത്താവേ, എന്താണ് ഇവിടുത്തെ പ്രശ്നം? എന്റെ ഭവനത്തിന്റെ പ്രശ്നം എന്താണ് എന്ന് നമ്മൾ ചോദിക്കാറുണ്ടോ? Lord, what is the problem that we are facing? ഞങ്ങളുടെ സഭ നേരിടുന്ന ആത്മീക മൂല്യച്യുതിയുടെ കാരണം എന്താണ്? What is the reason there is problems within the church? പ്രിയപ്പെട്ടവരെ, അങ്ങനെ നമുക്കൊരു അന്വേഷണ ഹൃദയമുണ്ടോ? Do we have a heart that desires to know this? പണ്ടുള്ള പിതാക്കന്മാർ അവരുടെ മക്കളെ അധികം ബൈബിൾ അല്ലേ, ഇതിപ്പോ ഒരാളുടെ കയ്യിൽ എത്ര ബൈബിളാ? Today one person has multiple Bibles. അല്ലേ? പോക്കറ്റ് ബൈബിള്, We have one pocket Bible, വണ്ടിക്കകത്തൊരു ബൈബിള്, one Bible for the car, സ്റ്റേഴ്സിലൊരു ബൈബിള്, one Bible for the study, പിന്നെ പുൽപിറ്റ് ബൈബിള്, and one for the പിന്നെ സാധാരണ ബൈബിള്, then one normal പിന്നെ Bible, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി എല്ലാം ഉണ്ട് അല്ലേ? then different language as well. ഇനിയിപ്പോ മൊബൈലുള്ള എല്ലാ ലാംഗ്വേജും അവിടെ എല്ലാ വേർഷനും മൊബൈലിലും കിട്ടും. And now in the mobile, every version of the Bible is എന്നിട്ട് there. എങ്ങനെയിരിക്കുന്നു നമ്മുടെ സ്ഥിതി? Now how is our spiritual condition? എന്താ ദൈവം ഈ നാളുകളിൽ ഇന്ന് ബൈബിള് കൂടുതൽ ഇട്ട് തന്നതിന്റെ കാരണം എന്താണെന്നറിയാമോ? Why did God allow so much of the Bible to be there? കർത്താവ് മുഖപക്ഷം കാണിച്ചോ പണ്ടുള്ളവരോട്? Did God show partiality to the olden days? അന്ന് വളരെ ഒരു വീട്ടിൽ കഷ്ടിച്ചൊരു ബൈബിള്, Those days hardly one Bible in a house. ഇന്ന് ഒരു വീട്ടിൽ ഇഷ്ടമാതിരി ബൈബിള്. Today any number of Bibles in a house. കുഞ്ഞുങ്ങൾക്ക് അവർക്ക് ആസ്വദിക്കത്തക്കവണ്ണമുള്ള എന്താ പറയുക ഭാഷ മനസ്സിലാകത്തക്കവണ്ണമുള്ള ബൈബിൾ ഇഷ്ടമാതിരി ഉണ്ട് അല്ലേ? Now even
children have their own versions, even they can understand easily. ഞാൻ പറയുന്നത് എന്താണ് ദൈവം ഈ നാളിൽ ഇത്രയും എണ്ണം ബൈബിള് കൂട്ടിക്കൊടുക്കാൻ ദൈവം എന്തുകൊണ്ട് പ്രസാദിച്ചു? Why did it please God to increase the number of Bibles in these അന്ന് days? അധ്വാനിച്ചു വരുന്ന പപ്പ വന്ന് വീട്ടിൽ അപ്പച്ചൻ വന്നിട്ടുണ്ടെങ്കിൽ ബൈബിള് വായിച്ച് ദൈവവചനം ധ്യാനിച്ച് ബൈബിൾ അങ്ങ് മാറ്റി വെക്കും. And those days the father will come after the day's work and we will have only the access to മക്കള് കളിയും സ്കൂളിലെ കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അവര് വരുമ്പോ അവര് കുളിച്ച് ഫ്രഷായി അതേ ബൈബിൾ എടുത്ത് ഉപയോഗിച്ച് അവര് ധ്യാനിക്കും. And when the children came back from school, they also have access to that one കുറച്ച് Bible. കഴിയുമ്പോ അമ്മ അടുക്കളയിലെ പണിയെല്ലാം കഴിഞ്ഞ് വന്നിട്ട് ആ ബൈബിൾ തന്നെ എടുത്ത് ധ്യാനിക്കും. And after the day's work in the kitchen, the mother also, she will come and study from that one Bible. എന്നിട്ട് അവർ ഒരുമിച്ചിരുന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ച് ദൈവകൃപ അനുഭവിക്കും. And together in the family prayer, they would study from that word. അന്ന് സമയം കളയുവാൻ മറ്റൊരു വിഷയം ലോകത്തില്ലായിരുന്നു. And that day, there was nothing else to waste your time. ഞാൻ അടുത്ത കാലത്ത് ഇപ്പോഴത്തെ സമയമില്ല ഒത്തിരി പേര് ഞാനും പറഞ്ഞിട്ടുണ്ട്. And these days we hear this phrase a lot that we don't have time. എന്നോട് കർത്താവ് ചോദിച്ചു, എടാ നീ മൊബൈലിൽ ചെലവാക്കുന്ന സമയം അത്യാവശ്യത്തിന് മാത്രം ഉപയോഗിച്ചിട്ട് ബാക്കി അങ്ങ് കട്ട് ഷോട്ട് ചെയ്താൽ നിനക്ക് എത്ര പേര് നേരിൽ ചെന്ന് കാണാൻ സമയമുണ്ട്? ഈ സമയമില്ല എന്ന് പറയുന്ന വാസ്തവത്തിൽ ദോഷമല്ലേ എന്ന് ദൈവം എന്നോട് ചോദിച്ചു. And the Lord asked me that if you just reduce the time you spend on your mobile, how much time would you save? ഇങ്ങനെയുള്ള സംവിധാനങ്ങൾ ലോകം നമുക്ക് ചുറ്റുമായിട്ട് ഒരുക്കിയപ്പോൾ ദൈവം തന്റെ വിശ്വസ്തതയ്ക്ക് ഭംഗം വരുത്തിയില്ല. Even though we have so many distractions in this world, but God's faithfulness is not. നമ്മുടെ ഹൃദയം ഡിസ്ട്രാക്ട് ആകുവാനായിട്ട് പല കാര്യങ്ങളും ലോകം നമുക്ക് ചുറ്റും ഒരുക്കി വെച്ചിരിക്കുക. And the world is ready to take your attention. അതുകൊണ്ട് ദൈവം തന്റെ വിശ്വസ്തതയിൽ ബൈബിളിലെ കോപ്പികളുടെ എണ്ണം കൂട്ടാനായിട്ട് ഇടയാക്കി. God also increased the amount of Bibles available. എനിക്ക് വചനം വായിക്കാൻ സമയം കിട്ടിയില്ല എന്ന് ഒരുത്തരും നെറ്റിയിൽ പറയാൻ അനുവാദമില്ല. Nobody in eternity can make this excuse that I didn't have. കർത്താവേ നിന്നോട് ഒരുമിച്ചിരിക്കാൻ എനിക്കൊരു വചനം കയ്യിലുണ്ടായിരുന്നില്ല എന്ന് പറയാൻ സാധിക്കുകയില്ല. We cannot give this excuse that I didn't have a Bible to sit in your feet. എന്ന് പറഞ്ഞാൽ ഈ തലമുറയോട് ദൈവം ഇത്രമാത്രം ബൈബിളുകളുടെ കോപ്പികളുടെ എണ്ണം കൂട്ടിത്തന്നതിന് ദൈവത്തിന് ഒരു ഉദ്ദേശമുണ്ട്. So the reason God has given us access to His Word because He has a purpose. ഈ യങ് ജനറേഷന്റെ ഹൃദയത്തെ ഡിസ്ട്രാക്ട് ചെയ്യുവാൻ ഒത്തിരി കാര്യങ്ങൾ ലോകം അട്രാക്റ്റീവ് ആയിട്ട് ഒരുക്കിയിരിക്കുക. And the world has produced so many things, so many attractions to take our attention away. ഫേസ്ബുക്ക് വഴി അട്രാക്ഷൻ, യൂട്യൂബ് വഴി എന്തോരം കാര്യങ്ങളാണ്. ഈ ഒരാഴ്ച പണ്ട് 2-in-1 ഒരു ഇൻസ്ട്രുമെന്റ്, 3-in-1 രണ്ട് ടേപ്പ് റെക്കോർഡും ഒരു റേഡിയോ അല്ലെ 3-in-1 എന്ന് പറയില്ലേ, 3-in-1 കിട്ടുക എന്ന് പറഞ്ഞ വലിയ കാര്യമായിരുന്നു. Some few years back, just having a 2-in-1 in your home, that was a big thing. എന്റെ ചാച്ചൻ മമ്മിയുടെ ആളുകൾ അമേരിക്കൻ 3-in-1 കൊണ്ട് തന്നു. എനിക്ക് ഭയങ്കര സന്തോഷം. ഒരു കാസറ്റിലുള്ള പ്രസംഗം അല്ലെങ്കിൽ പാട്ടൊക്കെ ഒന്ന് റെക്കോർഡ് ചെയ്യാൻ എന്തൊരു എളുപ്പമാണ്. And if you have a 2-cassette recorder, that is like a big thing. അപ്പൊ 3 റേഡിയോ ഉണ്ട്. So it has a radio and you can also have മൊബൈൽ എത്ര ഇൻ-1 അല്ലേ? Today we have a mobile which has everything in it. എന്താ ഇതിനകത്ത് ടോർച്ച്, ക്ലോക്ക്, കലണ്ടർ, നമ്മളിതൊന്നും ഇനി വേണ്ട. കംപ്ലീറ്റ് എല്ലാം ഒരു കുന്തത്തിനകത്തോട്ട് ലോകം കുത്തി ഇറക്കിയിട്ട് നമ്മുടെ കയ്യിലേക്ക് തന്നിരിക്കുക. Now the mobile is full of apps that we can do so many things with. അപ്പൊ വചനം നമുക്ക് ധാരാളമായിട്ട് തന്നപ്പോൾ നാം ഈ തലമുറ ദൈവസന്നിധിയിൽ കണക്ക് ബോധിപ്പിക്കേണ്ടി വരും കേട്ടോ. Because we have access to His Word so much, we are accountable. നിശ്ചയമായിട്ടും കണക്ക് ബോധിപ്പിക്കേണ്ടി വരും. Because you will have to give an account to God. നമുക്കാർക്കും ദൈവത്തിന്റെ കർത്താവിന്റെ ന്യായാസനത്തിന്റെ മുൻപിൽ നിന്ന് ഒരു ഒഴികഴിവും പറയാതെ വണ്ണം ദൈവം നമ്മെ അടച്ച് ഈ ചെസ്സിൽ എങ്ങനെ ജയിക്കുന്നത് അറിയാവോ? ഖേരാവ് ചെയ്തിട്ടില്ലേ? അങ്ങനെയല്ലേ ലാസ്റ്റ് ചെക്ക് പറയുന്നത് അല്ലേ? So there is no way out of it, because when you sit in front of God, when you are in His judgment seat, He will ask this question: what did you do with my word? ചെസ്സില് ചെക്ക് പറയുമ്പോൾ ആ ചെക്ക് പറയുന്നതിന് ഓർമ്മയുണ്ട്, ഇനി അവന് അനങ്ങാൻ പറ്റൂല തീർത്തുറപ്പിച്ചിട്ടാ ചെക്ക് പറയുന്നത്. ചെസ്സിന്റെ കളി അറിയാം. In the game of chess, when you give him check, that happens. Checkmate happens when there is no option for that king to move. അതുപോലെ ദൈവം ക്രിസ്തുവിന്റെ ന്യായാസനത്തിന് മുമ്പിൽ നാം നിൽക്കേണ്ട ഗതികേട് വരുമെന്നുള്ള വസ്തുത നാം മറന്നു പോകരുത്. We should not forget that when we stand in front of His judgment seat, we should be like that. ബൈബിളില് നിന്റെ ദൈവം എവിടെ,
In the Bible we have this question, where is your God? ശ്രദ്ധിക്കുക, നമ്മളോട് നമ്മുടെ ജീവിതത്തിൽ ആരെങ്കിലും നമ്മളോട് വേർ ഈസ് യുവർ ഗോഡ്, നിന്റെ ദൈവം എവിടെയാ എന്ന് ചോദിച്ചിട്ടുണ്ടോ? Has anybody ever asked us this question, where is your God? ചോദിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ ചോദിച്ചിട്ടുണ്ടോ, പപ്പ നമ്മുടെ ദൈവം എവിടെയാ, അല്ലെ എങ്ങനെയാ ദൈവത്തെ എങ്ങനെ അനുഭവിച്ചറിയാം? ചോദിച്ചിട്ടുണ്ടോ? Have our children asked us this question, where is our God? നമ്മൾ തന്നെ നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? Leave others, have we ourselves asked this question? ചുമ്മാ വിശ്വസിച്ച് അപ്പനും അമ്മയും പഠിപ്പിച്ചു, അതുകൊണ്ട് ഞങ്ങള് യാക്കോബക്കാര് കാത്തലിക്ക, ഞങ്ങളുടെ അപ്പനും അമ്മയും കാത്തലിക്സ് ആയിരുന്നു, അതുകൊണ്ട് ഞങ്ങൾ കാത്തലിക്സ്, ഞങ്ങളുടെ അപ്പനും അമ്മയും ബ്രദറുകാരായിരുന്നു, ഞങ്ങളുകൊണ്ട് ഞങ്ങൾ ബ്രദറുകാര് എന്നതാണ് നമ്മുടെ സാക്ഷ്യമെങ്കിൽ അതിലെന്ത് മൂല്യം? And if we have not experienced this firsthand, just like nominal Christians, we have also accepted this because our parents were brothers, so we are also in this church. നിന്റെ ദൈവം എവിടെയാണെന്ന് ലോകത്തിൽ ആരെങ്കിലും നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? Has anybody asked this firsthand to you, where is your God? നമ്മുടെ മക്കൾ ചോദിച്ചിട്ടുണ്ടോ? Our children have asked this. അങ്ങനെ ചോദ്യം വന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഹൃദയത്തിൽ വേദന ഉളവായിട്ടുണ്ടോ? And if such a question was asked, did you feel a pain in your heart? എന്റെ ദൈവത്തെ ഒന്ന് കാണിച്ചു കൊടുക്കുവാൻ കർത്താവേ നീ എനിക്കൊരു അവസരം തരണമേ എന്നുള്ള പ്രാർത്ഥന ഉണ്ടായിട്ടുണ്ടോ? Has this prayer crossed our mind, Lord, please show me an opportunity to show where you are? രാവും പകലും ഹൃദയം നൊന്ത് അസ്ഥികളുടെ വേദന മാതിരി വേദന അനുഭവിച്ച ഒരു കൂട്ടമുണ്ട് ബൈബിളില്. നിന്റെ ദൈവം എവിടെയെന്ന ചോദ്യത്തിന് മുമ്പിൽ. There are a group of people mentioned in the Bible who endured this pain morning and evening because they were asked this question, where is your God? രാവും പകലും കണ്ണുനീർ ആഹാരമായി തീരത്തക്കവണ്ണം ദൈവസന്നിധിയിൽ നിലവിളിച്ചു. എന്തിനു വേണ്ടി? നിന്റെ ദൈവം എവിടെയെന്ന ചോദ്യം അവരെ നിന്ദിക്കുന്നതിന് തുല്യമായിട്ട് മാറിയപ്പോൾ അവരുടെ ഹൃദയം അത്രമാത്രം വേദനിച്ചു. അത് ആരാണെന്ന് പിടികിട്ടിയോ? There was a group of people who were feeling that much pain and insult because people had asked this question, where is your God? And they were so much in pain, they were weeping, their tears were their food. Do you know which? Sorry? ഒരു കൂട്ടം, A group of people. നിന്റെ ദൈവം എവിടെ എന്ന ചോദ്യം വന്നപ്പോൾ അവര് രാവും പകലും കണ്ണുനീർ ആഹാരമായി തീർന്നു എന്ന് പറഞ്ഞിരിക്കുക. And they were asked this question. നിങ്ങൾ നല്ല പരിചയമുള്ള ഭാഗമാണ്, നിങ്ങൾക്ക് പിടിയിട്ടുള്ളത് ആയിരുന്നല്ല. ആ പരിചയമുള്ള ഭാഗത്തിന്റെ ഒരു പാട്ടൊന്ന് മലയാളോട് പാടി. അപ്പൊ ഞാൻ വിചാരിച്ചു ഓക്കെ കേട്ടോ, അവിടെ തന്നെ സ്റ്റാർട്ട് ചെയ്യാം. ഞാൻ ഇങ്ങനെ എവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്യണമെന്ന് എനിക്ക് പാട്ട് എടുത്തിട്ടത് ശരിയാ, പാട്ട് മലയാളം പാട്ട്. എന്നിട്ട് പിടിക്കോ കോരകപുത്രന്മാർ, ദൈവത്തിന് സ്തോത്രം. Because the sons of Korah. എവിടെയാണെന്നറിയാമോ ബൈബിളില്? 42 കറക്റ്റ്. 42ലേക്ക് വരാം. Psalm 42. 42 സങ്കീർത്തനത്തിൽ 3 വാക്യം ശ്രദ്ധിക്കുക. വായിക്കും. എന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട് നിത്യം പറയുന്നതുകൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. നമ്മൾ എത്ര പേര് ആ വാക്യത്തെ ജീവനോട് ശ്രദ്ധിച്ചിട്ടുണ്ട്? How many of us have concentrated on this verse, 42 verse 3? നിന്റെ ദൈവം എവിടെയെന്ന് ഒരൊറ്റ ചോദ്യമല്ല. ശ്രദ്ധിക്കുക, നിത്യം. നോക്കിക്കേ, നിത്യം. അങ്ങനെ പറഞ്ഞേ, എന്നോട് നിത്യം പറയുന്നത് കൊണ്ട്. Here, while they continually say to me, where is your God? ലോകം നമ്മളോട് ചോദിക്കാതെ ചോദിക്കുന്നുണ്ടെന്നുള്ള ബോധം നമുക്കുണ്ടോ? അവർ ചോദിക്കുന്നില്ല, അക്ഷരാർത്ഥത്തിൽ ചോദിക്കുന്നില്ല, പക്ഷേ അവരൊരു അന്വേഷണത്തില്ല. ഇവര് ദൈവത്തെ ആരാധിക്കുന്നുണ്ട്, എന്നാൽ ഇവരുടെ ദൈവം എവിടെയാ എന്ന ചിന്ത നമുക്ക് ചുറ്റുമുള്ള ലോകത്തിലുണ്ടോ? You realize that the world is asking this question, even though they may not literally ask this question, but in their hearts they have this question. They are worshipping this God, but where is that God? നമ്മുടെ ക്രിസ്തീയ ജീവിതത്തിൽ ഏറ്റവും വിലപ്പെട്ട ഒരു മൂല്യം അതിൽ കണ്ടെത്താൻ നമുക്ക് കഴിയണം. In our Christian life, we must assign value to this question. അതാ നിൽക്കുന്നത് എന്റെ ദൈവം. അങ്ങനെ ചൂണ്ടിക്കാണിക്കാൻ നമുക്ക് പറ്റുമോ? Can we point our finger and say that this is our God? എന്നാൽ ദൈവം, അദൃശ്യനായ ദൈവം എന്നിൽ പ്രവർത്തിക്കുന്ന വിധം എന്റെ വിശ്വാസ ജീവിതത്തിലൂടെ തെളിയിക്കുവാൻ കഴിയുമ്പോൾ ഓട്ടോമാറ്റിക്കലി നിന്റെ ദൈവം ജീവനുള്ള ദൈവം, അങ്ങനെ സാക്ഷ്യം വരും ഓട്ടോമാറ്റിക്കലി. But can we give this testimony that this invisible God, He is actually working in our life and
can we testify about it? അവിടെ നോക്കി, നിന്റെ ദൈവം എവിടെയെന്ന് അവർ എന്നോട്, അവിടെ എന്നോടെന്ന് പറയുമ്പോ കോരഹപുത്രന്മാരിൽ ഒരാളായിരിക്കും ഈ സങ്കീർത്തനം എഴുതിയിരിക്കുന്നത്. കോരഹപുത്രന്മാരുടെ സങ്കീർത്തനം എന്ന് പറഞ്ഞുകൊണ്ട് ഞാനൊരു കൂട്ടം പറഞ്ഞത് ശ്രദ്ധിക്കുക. കോരഹപുത്രന്മാരിൽ ഒരാളായിരിക്കും പറയാം. അപ്പൊ ആ ഒരാള് പറയുകയാണ്, എന്നോട് നിത്യം പറയുന്നത് കൊണ്ട് എന്റെ കണ്ണുനീർ രാവും പകലും എന്റെ ആഹാരമായി തീർന്നിരിക്കുന്നു. And this is written by the sons of Korah. So I imagine one of them would have this testimony that because they are continually being asked, where is your God? Because of that, his tears have been his food day and night. എന്ന് പാടിയ പാട്ട് ഇവിടെ തീർത്തോടുകളിൽ മാനെ പോലെ പ്രയോഗമായി. അതുകൊണ്ട് ഞാൻ പറഞ്ഞ പാട് കണക്ട് ആവണം, പറയാൻ കാരണം. So the song we sang today connected to this. ഓക്കെ, അപ്പൊ അവിടെ ഈ വാക്യം ആ സ്റ്റാൻസയിൽ വരുന്നില്ലെങ്കിലും ഞാൻ പറഞ്ഞു വരുന്നത്, ഇനി അവർ ആരാ ഇവിടെ പറഞ്ഞിരിക്കുക, അവർ എന്നോട് നിത്യം, അവർ ആരാ? So in this portion, while they continually say to me, where is your God? Who is this they referring to? 10ാമത്തെ വാക്യമായി Verse 10. നിന്റെ ദൈവം എവിടെയെന്ന് എന്റെ ശത്രുക്കൾ ഇടവിടാതെ എന്നോട് പറഞ്ഞുകൊണ്ട് എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കുന്നു. എന്റെ അസ്ഥികളെ തകർക്കും വണ്ണം എന്നെ നിന്ദിക്കും. ഒരു നിന്ദയായിട്ട് നമ്മൾ തിരിച്ചറിഞ്ഞിട്ടുണ്ടോ? As with the breaking of my bones, my enemies reproach me, saying, where is your God? Do we consider this as a reproach, an insult to us? നമുക്ക് അങ്ങനെ ഒരു നിന്ദ നമ്മൾ ചുമക്കുന്നുണ്ടോ? Are we carrying such a burden? എന്റെ കൂടെ വർക്ക് ചെയ്യുന്നവർ, എന്റെ കൂടെ പഠിക്കുന്നവർ, എന്നോട് കൂടെ സഞ്ചരിക്കുന്നവർ, എന്റെ ജീവിതത്തിന്റെ എല്ലാ രംഗവും കാണുന്ന എത്രയോ സ്നേഹിതന്മാരുടെ കൂട്ടം. ഞാൻ പറയുന്നത് നമ്മളെ ലിറ്ററലി സുവിശേഷം പറയണ്ട കേട്ടോ. ഞാൻ എന്റെ മക്കളോട് പറയും, നിങ്ങള് സുവിശേഷം പറയണ്ട, പക്ഷെ നിങ്ങള് കോളേജിൽ പോവുക, പെൺപിള്ളേരാ, എത്ര ആണുങ്ങളാണ് വന്ന് സംസാരിക്കാൻ പോകുന്നത്, എനിക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റുമോ? There are so many people who come in contact with us in our workplace, in our school, people who are studying with us, and I tell my children also that you may not be able to preach the gospel everywhere, but how many people are you able to influence with your life? നിങ്ങൾ സുവിശേഷം പറയാൻ വേണ്ടി ബന്ധപ്പെടുന്ന, പക്ഷെ സുവിശേഷം നിങ്ങളുടെ ജീവിതം ഒന്ന് ആദ്യം കാണിക്കും. ഓട്ടോമാറ്റിക്കലി ഒരു ക്വസ്റ്റ്യൻ കംസ്. When you show the gospel through your life, then automatically a question will come to you. അതെങ്ങനെ കാണിക്കാമെന്ന് ഞാൻ പറഞ്ഞു കൊടുത്തു. And I showed them how you can tell at that moment. നിങ്ങൾ രാവിലെ കോളേജിൽ പോകാൻ ഒരുങ്ങുമ്പോൾ നിങ്ങളുടെ വസ്ത്രധാരണം കർത്താവിന് പ്രസാദകരമാണെന്ന് ഉറപ്പാക്കണം. When you are going to college, then when you are wearing your dress, ensure that it is a dress that would please the Lord. നിങ്ങൾ മുടി ചീകുന്ന സ്റ്റൈല്, മുടിയെ സൂക്ഷിക്കുന്ന സ്റ്റൈല് കർത്താവിന് പ്രസാദകരമാണെന്ന് ഉറപ്പാക്കണം. You must ensure that the way you are dressing up, doing your hair, it should also be pleasing to the ബസ്സിൽ Lord. കയറി നിങ്ങളുടെ നിൽപ്പും ഭാവവും നിങ്ങളുടെ പെരുമാറ്റവും വേറെ ആരോ നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് മറ്റുള്ളവർക്ക് ബോധ്യമാകുന്നത് പോലെ നിങ്ങൾ പെരുമാറണം. And even your demeanor while you are traveling in the bus or doing things, your demeanor itself should show that you are under the control of someone. കോളേജിൽ അസഭ്യമായ യോഗ്യമല്ലാതെ ജീവിക്കുന്ന ഇടപെടുന്ന എത്രയോ ആണുങ്ങളും പെണ്ണുങ്ങളും ഉണ്ട്. And in the college days, there are so many people who are unruly and without any control. അവരുടെ മധ്യയാണ് നിങ്ങളും ആ കോളേജിൽ പഠിക്കാനായിട്ട് പോകുന്നത്. You are also studying along with them. എന്നാൽ നിങ്ങൾ പോകുമ്പോൾ ഈ അയോഗ്യമായിട്ട് സംസാരിക്കുകയും ഒരു വക കമന്റ്സ് പറയുന്ന ആളുകളും നിങ്ങളുടെ അടുക്കൽ വന്ന് സംസാരിക്കാൻ വരും. And while you are living in that unruly environment, that how is your demeanor? അങ്ങനെ കമന്റ്സ് ഒക്കെ പറയുന്ന ഈ ഒരു വക നടക്കുന്ന ഷാമിയായിട്ട് നടക്കുന്ന ഒത്തിരി പേര് നിങ്ങളോടൊന്ന് ഇടപെടാൻ സംസാരിക്കാനായിട്ട് വരാൻ സാധ്യതയുണ്ട്. And it is possible that many of these rebellious and unruly elements, they will come and talk to you. എന്നാൽ നിങ്ങളുടെ മുഖത്തെ ഭാവം, നിങ്ങളുടെ വസ്ത്രധാരണം, but when they see your dress, your നിങ്ങളുടെ face, പെരുമാറ്റം, the way you behave, നിങ്ങളുടെ പ്രതികരണം, your response, നിങ്ങളുടെ നോട്ടം, your eyes, the way you look, ഇത് നിങ്ങളെ മറ്റൊരാൾ നിയന്ത്രിക്കുന്നുണ്ട് എന്ന് അവന് ബോധ്യമാകുന്നത് പോലെ നിങ്ങൾ ജീവിക്കണം. so by looking at you, they must be able to understand that you are under authority. അവർ ചോദിക്കണം, നിന്റെ അപ്പനും അമ്മയും നിന്നെ നോക്കുന്നില്ല, കാണുന്നില്ല, but somebody else is controlling you എന്ന് അവർ ഇങ്ങോട്ട് ചോദിക്കണം. They must realize that even though your father and mother are not there right now with you, but you are behaving as if somebody is there with you. ആ നിയന്ത്രണത്തിൽ നിങ്ങൾ വളരെ സന്തുഷ്ടതയോടുകൂടെ ആനന്ദത്തോടുകൂടി ആ നിയന്ത്രണം അനുഭവിക്കുന്നവരായിട്ട് നിങ്ങൾ ജീവിക്കണം. And you are living
your life under that authority, joyfully submitting to it. ഞാൻ പറയട്ടെ, ഈ 3-4 വർഷം ഈ പിള്ളേർക്ക് കോളേജിൽ പോയി. Let me tell you, 3-4 years my children have gone to college. എത്ര സൂക്ഷ്മതയോടുകൂടിയാണ് കൂടെ പഠിക്കുന്ന ആൺകുട്ടികളും പെൺകുട്ടികളും കോളേജിലെ മറ്റുള്ളവരും ഇവരോട് പെരുമാറുവാനായിട്ട് ഇടയായി തീർന്നത് എന്നുള്ളത് ഇവർ വന്ന് പറയുമ്പോൾ ഞാൻ വാസ്തവത്തിൽ ആനന്ദിക്കാറുണ്ട്. And I often find joy when they tell me all the little details of what happened, how the people interacted with them. ഓക്കെ ആണോ? നമ്മൾ ശ്രദ്ധിക്കുന്നത് നമ്മുടെ വിഷയം എന്താണ്? നിന്റെ ദൈവം എവിടെ? What is our topic? The question, where is your God? ആ ചോദ്യം നമ്മുടെ ജഡം നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? Have you ever encountered this question? Has our flesh asked this question to us? ചോദിച്ചിട്ടുണ്ടോ? Has your own flesh? അതെങ്കിലും നമ്മൾ അനുഭവിച്ചിട്ടുണ്ടോ? നമ്മുടെ മക്കൾ ചോദിക്കില്ല, ഭാര്യ ചോദിക്കില്ല, കൂട്ടുകാർ ചോദിക്കില്ല, സ്നേഹിതന്മാർ ചോദിക്കില്ല. നമ്മുടെ ജഡം നമ്മളോട് ചോദിച്ചിട്ടുണ്ടോ? Forget about your wife, your children, your colleagues. Has your own flesh asked you this question? Where is your God? ഏറ്റവും വലിയ പരിഹാസി നമ്മളോട് കൂടെയുള്ള ഈ ജഡമാണ് കേട്ടോ. അത് മനസ്സിലായോ? The one who insults us the most is our own flesh. പരിഹാസി എന്ന് പറഞ്ഞാൽ അബ്രഹാമിന്റെ കൂടാരത്തിൽ ഇസഹാക്കും ഇസ്മായേലും ഒരു കൂടാരത്തിൽ. In the tent of Abraham, both Ishmael and Isaac were growing. ഇസ്മായേലിന് 14 വയസ്സായപ്പോഴാണ് ജസ്റ്റ് ഇസഹാക്ക് ജനിക്കുന്നത്. And Ishmael was 14 years old when Isaac was born. 14 വയസ്സുള്ള പ്രായമുള്ള ഇസ്മായിലിനെ ഇസഹാക്കിനെ ഒതുക്കാൻ ഒരു ബുദ്ധിമുട്ടുമില്ല, അല്ലേ? And a 14-year-old Ishmael can easily control small Isaac. ഇസ്മായിൽ ജഡപ്രകാരം ജനിച്ചു. Ishmael was born through the flesh. ഇസഹാക്ക് എങ്ങനെ ജനിച്ചു? വാഗ്ദത്ത പ്രകാരം ജനിച്ചു. Isaac was born as ഈ വാഗ്ദത്ത പ്രകാരം ജനിച്ച ഇസഹാക്കും ജഡപ്രകാരം ജനിച്ച ഇസ്മായിലിനും ഒരേ പ്രൊസീജിയർ അല്ലായിരുന്നു അവരെ കൊണ്ടുവരുവാൻ ആയിരുന്നു. The son of the promise and the son from the flesh, they are both come as in the same way. ഒരേ പ്രൊസീജിയറിലൂടെ അവർ വന്നത്. They came, humanly speaking, in the same way. എന്നാൽ ഒരാളെ ജഡപ്രകാരം ജനിച്ചു എന്നും ഒരാളെ വാഗ്ദത്ത പ്രകാരം ബൈ പ്രോമിസ് ജനിച്ചു എന്നും അതിന് ആത്മാവിൽ ജനിച്ചു എന്നും തിരുവെഴുത്ത് എവിടെയാ പറയുന്നത്? But we read that one of them was born as a result of the flesh, the other one as a result of promise. ഇവരെ രണ്ടുപേരും ലോകത്തിലേക്ക് കൊണ്ടുവരുവാൻ പ്രൊസീജിയർ സെയിം അല്ലായിരുന്നോ എന്നാണ് ചോദിക്കുന്നത്. I am asking, both of them were coming with the same procedure. ജഡപ്രകാരം നമുക്ക് സ്തോത്രം പറയാം, അല്ലേ? We give thanks even for the children born as യഥാർത്ഥത്തിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ അങ്ങ് നിറച്ചിട്ട് സ്തോത്രം പറയുന്നതും സ്തോത്രം അല്ലേ, ശബ്ദം കൂട്ടി സ്തോത്രം പറയുന്ന ആൾക്കാരുണ്ട്, അല്ലേ? ഇത് തമ്മിൽ വ്യത്യാസം ഉണ്ടോന്ന് ഞാൻ ചോദിക്കുന്നത്. And the point I am trying to differentiate is, even though it's the same procedure, but why one is called flesh and the other the result of the spirit? രണ്ട് സ്തോത്രത്തിന്റെ സ്പെല്ലിംഗ് സെയിം അല്ലേ? We give thanks even for the gift of the flesh. സ്പെല്ലിംഗ് സ്തോത്രം താങ്ക്സ് എന്ന് പറഞ്ഞാൽ അതിന്റെ സ്പെല്ലിംഗ് ജഡപ്രകാരം സ്തോത്രം എന്ന് പറഞ്ഞാലും ആത്മപ്രകാരം സ്തോത്രം എന്ന് പറഞ്ഞാൽ സ്പെല്ലിംഗിന് വ്യത്യാസമുണ്ടോ? So we can give thanks even in the flesh, and we can give thanks even in the spirit. സ്പെല്ലിംഗിന് വ്യത്യാസമില്ല. സ്പെല്ലിംഗ് the spelling of thanks is the same. ശബ്ദം കൂടിയാലും കുറഞ്ഞാലും ആത്മാവിലും ആകാം, അത് ജഡത്തിലും ആകാം. അതെങ്ങനെയാണ്? So the point is, how do we differentiate between the flesh and the spirit? We are doing the same thing. ഈ ഗലാത്യ ലേഖനത്തിൽ വായിച്ചേ, come on, Galatians chapter 4. ഇരുപത്തിമൂന്നാം വാക്യം അല്ല 21 വാക്യത്തോട്ട് വായിച്ചേ. 21 chapter 4 verse 21. ന്യായപ്രമാണത്തിൻ കീഴിരിപ്പാൻ ഇച്ഛിക്കുന്നവരെ, നിങ്ങൾ ന്യായപ്രമാണം കേൾക്കുന്നില്ലയോ? എന്നോട് പറവിൻ. അബ്രഹാമിന് 2 പുത്രന്മാരുണ്ടായിരുന്നു. ഒരുവൻ ദാസി പ്രസവിച്ചവൻ, ഒരുവൻ സ്വതന്ത്ര പ്രസവിച്ചവൻ എന്ന് എഴുതിയിരിക്കുന്നുവല്ലോ. ദാസിയുടെ മകൻ ജഡപ്രകാരവും സ്വതന്ത്രയുടെ മകനോ വാഗ്ദത്തത്താലും ജനിച്ചിരിക്കുന്നു. ഇത് സാദൃശ്യമാകുന്നു. അവിടെ സ്വതന്ത്രയുടെ മകൻ എന്ന് പറഞ്ഞാൽ സാറയുടെ മകൻ, അല്ലേ? ക്ലിയർ ആണല്ലോ. He of the free woman is Isaac. സാറ അടിമയുടെ മകൻ എന്ന് പറഞ്ഞാൽ അടിമയാകാം, ഹാഗർ. അത് ക്ലിയർ അല്ലേ?
ചരിത്രത്തിൽ നിന്ന് ഇപ്പോൾ ദൈവത്തിന്റെ ആത്മാവ് എടുത്ത് പറയുകയാണ്, ഹാഗറിലൂടെ ഒരു മകനെ കൊണ്ടുവന്നതും സാറായിലൂടെ ഒരു മകനെ കൊണ്ടുവന്നതിന് പ്രൊസീജിയറിന് മാറ്റമുണ്ടോ? ഒരു വ്യത്യാസമില്ല. So the procedure through which the son came from Hagar and the procedure through which the son came from Sarah, the procedure remains the same. ജഡപ്രകാരം ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതിലും ആത്മാവിൽ ദൈവത്തിന് സ്തോത്രം എന്ന് പറയുന്നതിലും കേൾക്കുമ്പോൾ ഒരു വ്യത്യാസമില്ല, ഇല്ലേ? And when we are shouting out joyfully thanks, and we can do that in the flesh, also we can do it in the രണ്ടും spirit. വായിൽ നിന്ന് പുറത്തോട്ട് വരുന്നത്. But it will appear the same to some. അത് ഒന്ന് ഹൃദയത്തിൽ നിന്നാണ്, ഒന്ന് വായിൽ നിന്നാണ്, വെറും ജഡത്തിൽ നിന്നാണ് എന്ന് എങ്ങനെ നമുക്ക് തിരിച്ചറിയാം? How do we differentiate what is from the flesh and what is from the spirit? നമ്മുടെ ലക്ഷ്യം എന്താ? ജീവനുള്ള ദൈവം, എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. അവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ഇസ്ഹാക്കിനെ കൊണ്ടുവരുന്ന വിഷയത്തിൽ അതിനെ വാഗ്ദത്ത പ്രകാരം ജനിച്ചു എന്നാണ് പറഞ്ഞത്. ഇന്നലെ here we see that Isaac was born through the promise, എന്നാൽ ഇസ്മായിൽ ജഡപ്രകാരം ജനിച്ചു. but Ishmael was born through the flesh. എന്താ അവിടുത്തെ വിഷയം? What are we talking about? എന്താണ് അവിടുത്തെ ഈ വ്യത്യാസത്തിന് കാരണം? So why is this difference being shown? ഇസ്ഹാക്കിനെ കൊണ്ടുവരുന്ന വിഷയത്തിൽ അബ്രഹാമിന് ഒരു വാഗ്ദത്തം കിട്ടി. ആ വാഗ്ദത്തത്തിൽ വിശ്വസിച്ചുകൊണ്ടാണ് ആ പ്രൊസീജിയറിൽ ഏർപ്പെടുന്നത്. മനസ്സിലായോ? And with relation to Isaac, Abraham had received the promise, and because he believed in that, that's why he went through that procedure. ആഗാറിനെ പരിഗ്രഹിക്കുമ്പോൾ അങ്ങനെ ഒരു വാഗ്ദത്വമൊന്നും വിഷയമല്ല, ഇല്ലേ? ചിലര് പറയും ഞാൻ ഇങ്ങനെ വിത്ത് എറിഞ്ഞതുകൊണ്ടാ മുളച്ചത്, അങ്ങനെ പറഞ്ഞാൽ ശരിയാവും. ചിലര് ഞാൻ ഇങ്ങനെ വിത്ത് എറിഞ്ഞതുകൊണ്ടാ മുളച്ചതെന്ന് പറയും, അല്ലേ? And some people say, because I put the seed in this way, that's why this crop has happened. അത് മനസ്സിലായി. ഞാൻ അങ്ങനെ സുവിശേഷം പറഞ്ഞുകൊണ്ടാണ് പുള്ളി രക്ഷിക്കപ്പെട്ടെ. അപ്പൊ ശരിയായി, ക്ലിയർ ആയില്ലേ? മനസ്സിലായല്ലോ? We take the credit for somebody getting saved because I told the gospel in such a way. വിത്ത് നിന്റെ കയ്യിൽ വെറുതെ വീണാലും മുളയ്ക്കും, ഇല്ലേ? Even if it falls like that, it will take root. നമ്മുടെ സ്റ്റൈലൊന്നും ഇവിടെ ദൈവത്തിന് ആവശ്യമില്ല. It is not the way we present the gospel. സുവിശേഷം പ്രവർത്തിക്കുന്നത് കർത്താവ് പറയും, എന്നെ കൂടാതെ നിങ്ങൾക്ക് ഒന്നും ചെയ്യാൻ പറ്റില്ല. And Jesus said, without me you cannot do anything. അപ്പൊ നമ്മൾ അവിടെ അത് വായിക്കുമ്പോൾ നമുക്ക് എന്ത് തോന്നും? എനിക്ക് എത്രയോ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും. And we might think that we can do so many things. അതിന് ആ ജഡപ്രകാരം ചെയ്യുന്ന ശുശ്രൂഷ എന്ന് പറയുന്നത് കർത്താവിന് പ്രത്യേകിച്ച് പങ്കൊന്നുമില്ല. That is what is meant by doing things from the flesh. ഇതിന്റെ ബ്രദർ എന്നോട് പറഞ്ഞ ട്രാൻസ്ലേഷൻ അങ്ങനെ ഒത്തിരി സ്പീഡിലൊക്കെ പോയാൽ എനിക്ക് ബുദ്ധിമുട്ടാണ് പറയുന്നത്. ആ ബുദ്ധിമുട്ടുണ്ടെന്ന് അറിയുന്നതിൽ എനിക്ക് സന്തോഷം. So yesterday I shared my underconfidence. ഞാൻ പറഞ്ഞു എനിക്ക് ഹൈ സ്പീഡ്, എന്റെ സ്പീഡ് ഇത്തിരി കുറയ്ക്കാൻ ബ്രദർ സഹായിക്കും. So I will control his speed. അപ്പോ ഞാൻ പറഞ്ഞു വരുന്നത്, നമ്മള് ബലഹീനരാന്ന് അറിയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? ഓട്ടോമാറ്റിക്കലി നമ്മുടെ കർത്താവിൽ ആശ്രയിക്കും. But the point is, when we understand our weakness, we have to rely on God. അപ്പോൾ കർത്താവിൽ ആശ്രയിക്കുമ്പോൾ കർത്താവ് എങ്ങനെയാണ് നമ്മൾ ആശ്രയിക്കുന്നത്? കർത്താവിനെ When we trust and rely on Him, how do we do that? കർത്താവിനെ ഞാൻ ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ ഞാൻ പ്രസംഗിക്കുമ്പോൾ നീ എന്റെ കൂടെ നിൽക്കണം. Lord, when I'm translating, when I'm preaching, you be with me. ദൈവത്തിന് കഴിവുള്ളവരെ വേണ്ട കേട്ടോ. God doesn't want people who are very talented. കഴിവുള്ളവരെ കർത്താവിന് വേണ്ടേ വേണ്ട. Those who are very talented, God doesn't need them. ഈ ദാവീദിന് നല്ല ഉന്നതം ഉണ്ടായിരുന്നു. Check how David was. ദാവീദിന്റെ ഉന്നത്തിൽ എയിമിൽ ദാവീദിന് വിശ്വാസം ഉണ്ടായിരുന്നു, കോൺഫിഡന്റ് ആയിരുന്നു. Did David have a very good aim while using the sling? ആണോ? Do you think he was very? അങ്ങനെ ഒരു കല്ലെടുത്താൽ പോരാണോ? Why did David take 5 stones? ഉന്നത്തിൽ വിശ്വാസമുള്ളവൻ എന്ത് ചെയ്യും? എടാ ഒരൊറ്റ കാര്യം മതി, ഇവനെ തീർക്കാം, എന്തിനാ 5? അല്ലെ അങ്ങനെയല്ലേ ചിന്തിക്കുള്ളൂ. If you are so confident in your aim, then you just need 1 stone. Why you will take 5? പോയിന്റ് പിടികിട്ടിയോ? ദാവീദിന് തന്റെ ഉന്നത്തിൽ ഒരു വിശ്വാസവും ഇല്ലായിരുന്നു. So even David was not confident whether he would be able to conquer Goliath. ബൈബിളില് ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത, ശ്രദ്ധിക്കുക, ഒരു രോമത്തിന് പോലും ഏറ് പിഴയ്ക്കാത്ത ഒരു കൂട്ടം ആൾക്കാർ എന്ന് പറഞ്ഞാൽ ഇടങ്കയ്യന്മാര്. ഈ സ്ലിങ് വലങ്കൈ കൊണ്ട് ഉപയോഗിക്കുന്നതന്നെ നമുക്ക് വലിയ പാടാം, കറക്കി സ്ലിങ്ങിന്. ഇടങ്കൈ കൊണ്ട് സ്ലിങ് ഉപയോഗിക്കുന്ന ഒരു കൂട്ടം, എത്ര എണ്ണം വരെ പറയുന്നുണ്ട്. ബെന്യാമിനെ കുറിച്ച് ശ്രദ്ധിച്ചിട്ടുണ്ടോ നിങ്ങൾ?
There is a group of people in the tribe of Benjamin who they were so skilled at using the sling. Even with the left hand, they could hit the target. ഒരു രോമത്തിന് പോലും ഏർപ്പിഴക്കാത്ത എന്ന് പറഞ്ഞാൽ ഒരു രോമം കണ്ട് അവർ എറിഞ്ഞാൽ ആ രോമത്തെ തന്നെ കൃത്യം കൊള്ളും ആ കല്ല്. So they were so accurate even at the accuracy of a hair. അത്ര കഴിവുള്ളവരുണ്ടായിരുന്നു ബെന്യാമീനിൽ. ഞാൻ വായിച്ചെടുക്കാൻ പോവാ. So they were so talented, they were so skillful with the sling. റൈറ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻസിനെയാണ് കൂടുതൽ ഇഷ്ടം, ചാൻസ് കൂടുതൽ ലെഫ്റ്റ് ഹാൻഡ് ബാറ്റ്സ്മാൻസിനെയാണ് ക്രിക്കറ്റിൽ അധികം ആഗ്രഹിക്കുന്നത്. ലെഫ്റ്റ് കാരണം എന്താണെന്നറിയാം, റയർ പാർട്ടികളാണ്. In cricket, why we prefer to have left-handed batsmen in our team? നിങ്ങൾക്ക് മനസ്സിലാൻ വേണ്ടി ക്രിക്കറ്റിലേക്ക് വന്നേ. I came to cricket so that everybody. റൈറ്റ് ഹാൻഡ് ബോളേഴ്സിനാണ് സാധ്യത കൂടുതൽ, ലെഫ്റ്റ് ഹാൻഡ് ബോളേഴ്സിനാണ് സാധ്യത കൂടുതൽ. Why we give preference to left-hand? കാരണം മിക്കവാറും എല്ലാവരും തന്നെ റൈറ്റ് ഹാൻഡ്, ലെഫ്റ്റ് ഹാൻഡ് കൂടെ ഒരുത്തിനെതിരെ അവന്റെ വിക്കറ്റ് ശരിക്കും വീഴ്ത്താൻ പറ്റും. കാരണം അവന്റെ ആ ബോളിന്റെ വരവ് ഗണിക്കാനായിട്ട് ബാറ്റ്സ്മാന് കഴിയില്ല. Because left hand is not that common, so it brings a variety. അപ്പൊ ലെഫ്റ്റ് ഹാൻഡ് കൊണ്ട് സ്വിംഗ് ഉപയോഗിച്ച് ഒരു രോമം നോക്കി എറിഞ്ഞാൽ കൃത്യം രോമത്തിൽ കൊള്ളിക്കാൻ കഴിയുന്ന ഒരു കൂട്ടം എണ്ണത്തെ കുറിച്ച് തിരുവെഴുത്ത് പറയുന്നുണ്ട്. ശ്രദ്ധിച്ചിട്ടുണ്ടോ? So there is a group of people with the left hand, if they threw, they were able to even hit the target of a hair. എവിടെ വായിക്കുന്നത്? Where is that? You know? ന്യായാധിപന്മാർ ലാസ്റ്റ് ന്യായാധിപന്മാരുടെ പുസ്തകം. ഇതൊക്കെ ഞാനൊന്നും എഴുതിക്കൊണ്ട് വന്നിട്ടില്ല. നമ്മുടെ ദൈവത്തിന്റെ ആത്മാവ് എന്നെ ഡയറക്റ്റ് ചെയ്യുന്ന അനുസരിച്ചാണ് പോകുന്നത്. കംപ്ലീറ്റ് ഇത് പോയിന്റ് എഴുതാനില്ല, നിങ്ങൾ കംപ്ലീറ്റ്ലി പിടിച്ചെടുക്കണം കേട്ടോ. നമ്മുടെ ഹൃദയം അതിനായിട്ട് തന്നെ വെയിറ്റ് ചെയ്യണം. ജഡ്ജസ് ചാപ്റ്റർ റെഫറൻസ് കിട്ടുമെന്ന് ചാപ്റ്റർ 22 21 അല്ല ഞാൻ ഇട്ടിരിക്കുന്നുണ്ട്. 20 verse 16. വായിച്ചു. Among all these people were 700 select men who were left-handed. Everyone could sling a stone at a hair's breadth and not miss. 20:16 അല്ലേ? ഈ ജനത്തിനെല്ലാം ഇടത്ത് കയ്യന്മാരായ 700 വിരുദ്ധന്മാർ. നോക്കിക്കേ, 700 വിരുദ്ധന്മാർ. അവരെ എയിംഡ് കൃത്യത പറഞ്ഞ വിരുദ്ധന്മാർ ഉണ്ടായിരുന്നു. അവരെല്ലാവരും ഒരു രോമത്തിനു പോലും, അതിന് ഇംഗ്ലീഷ് എന്താ കൊടുത്തിരിക്കുന്നത്? At a hair's breadth. ഹെയറിന്റെ ബ്രെഡ്ത്ത് എന്തോരുണ്ട്? ഒരു രോമത്തിന് പോലും ഏത് പിഴയ്ക്കാത്തെന്ന് പറഞ്ഞാൽ അവരെറിഞ്ഞാൽ കൃത്യം അവിടെ കൊണ്ടിരിക്കും. സ്ലിംഗ് ഷോട്ട്. They were so accurate, so skilled. They എത്ര could aim at a hair. എത്ര ഒരു ഗോത്രത്തിൽ എത്ര വേണം? 700 select men. ഇവരാരെങ്കിലും ദൈവം ഉപയോഗിച്ചോ? Did God use any one of them? God didn't use. എന്താ ദൈവത്തിനെ കുറിച്ച് ഒരു കോൺഫിഡൻസും ഇല്ലാത്ത ദാവീദിനെ തന്റെ ശുശ്രൂഷയ്ക്കായിട്ട് ദൈവം യൂസ് ചെയ്തു. But God didn't use any one of these 700. He used David. കാര്യം പിടികിട്ടിയോ? ഞാൻ പറയുന്നത് കർത്താവിൽ ആശ്രയിക്കേണ്ടതിന്റെ മൂല്യത. കർത്താവെ ഞാൻ തിരക്കില്ല, എനിക്ക് ട്രാൻസ്ലേഷൻ വലിയ കഴിവൊന്നുമില്ല. കർത്താവ് നിർത്തട്ടെ, സ്റ്റോപ്പ് ചെയ്യാൻ പോവാം. അങ്ങനെ പറയുമ്പോൾ കർത്താവ് കൂടെ നിൽക്കും. That we rely on God's strength, not on our own flesh. ദാവീദ് എത്ര കല്ല് ഉപയോഗിച്ചു? How many stones David used? ദാവീദ് എറിഞ്ഞു. അത് ഗോലിയാത്തിന്റെ ഇത്രയും സ്ഥലത്തെ ഓപ്പൺ ആയിട്ടുള്ളൂ. ബാക്കി ഹെൽമെറ്റ് ഒക്കെ വെച്ചെല്ലാം റെഡിയാക്കി. ആ ഒരു ഇത്രയും സ്ഥലത്ത് നെറ്റിലൊരു ലേശം ഭാഗത്തെ ഹെൽമെറ്റ് ഇല്ലായിരുന്നു. അത് കൃത്യമായിട്ട് അവിടെ ചെന്ന് കൊണ്ടു. David used only one stone and it hit the target, the right ബാക്കി spot. 4 ലാപ്സ് യൂസ്ലെസ്. അത് ആവശ്യം വന്നില്ല. The remaining 4 stones were not required. ദാവീദിന് തന്റെ ഉന്നത്തിൽ ഒരു വിശ്വാസമില്ല. But David didn't have confidence in his own. പക്ഷെ അവൻ പറയുന്നുണ്ട്, ഞാൻ നീ കുന്തവും വേരും വാളുമായിട്ടൊക്കെ വരുന്നത്, ഞാൻ എന്റെ ദൈവത്തിന്റെ നാമത്തിൽ തന്നെ നേരിടും. But he told Goliath, he had the confidence to tell him that you coming with me with weapons. നീ നിന്ദിച്ച ഇസ്രായേലിന്റെ ദൈവത്തിന്റെ നാമത്തിലെ ഞാൻ നിന്നെ നേരിടാൻ പോകുന്നു. And I am going to defeat you in the name of the God of Israel. എന്റെ ദൈവം ജീവനുള്ള ദൈവമാണ്. Because my God is a God who lives. നമ്മുടെ ജീവിതം കൊണ്ട് നിന്റെ ദൈവം എവിടെയെന്നുള്ള ചോദ്യത്തിന് നമ്മുടെ ജഡമാകുന്ന പരിഹാസിയോട് ഉത്തരം പറയാൻ നമ്മൾ ധൈര്യം ആദ്യം കാണിക്കണം. And we must have the confidence to tell our own flesh that I will tell you where ഈ my God is. കൂടാരത്തിൽ ജഡം നമ്മൾ രക്ഷിക്കപ്പെട്ടത് എത്ര കഴിഞ്ഞാ അല്ലെ? ജഡത്തിന് എത്ര പ്രായമായതിനു ശേഷമാ ഒരു കുഞ്ഞ് അല്ലെ ആത്മപ്രകാരം അകത്ത് ജനിച്ചത്? നോക്കിക്കേ.
And our flesh is senior in terms of the years, because after many years in the flesh only we got born again in spiritual. 14 വയസ്സുള്ള ഇസ്മായേൽ ഇസ്ഹാക്കിനെ ഒതുക്കാൻ ഒരു ബുദ്ധിമുട്ടില്ല. And 14-year-old Ismail can easily control small Isaac. നമ്മൾ രക്ഷിക്കപ്പെട്ടപ്പോൾ നമ്മുടെ ജഡത്തിന് എത്ര പ്രായമായില്ലേ? When we got saved, what was the age of our flesh? അന്ന് തൊട്ട് ഇത് പരിഹസിക്കുക. From that day onwards, our flesh നമ്മുടെ ഉള്ളിലെ മനുഷ്യനെ പരിഹസിക്കുക. is insulting. ഈ പരിഹാസിയെ നമുക്ക് തിരിച്ചറിയാൻ പറ്റുമോ? Are we able to recognize this? എന്റെ ദൈവം എവിടെയാണ്? The flesh is asking, where is your God? അകത്തുനിന്നും തെളിയിക്കണം എന്റെ ദൈവം ഇതാടാ എന്ന്. നമ്മുടെ ഫ്ലഷിനെ തെളിയിക്കണം. First, we need to show our flesh, this is my God. ഓരോ പുത്രന്മാർ പറയുന്ന ശത്രുക്കൾ എന്ന് പറയുന്നത് ഈ ശത്രുവാണ്. അത് തിരിച്ചറിയണം. And the enemies that the sons of Korah were talking about, രാവും this പകലും is our flesh. നിലവിളിക്കണം. രാവും പകലും ദൈവസന്നിധിയിൽ നിലവിളിക്കുവാൻ ഇടയാകുന്ന നമ്മുടെ പുരുഷത്വത്തെ ചോദ്യം ചെയ്യുന്ന ചോദ്യമായിട്ട് തീരണമാണ്. We must weep day and night before God for this question. ഇൻട്രൊഡക്ഷൻ എല്ലാവർക്കും നന്നായിട്ട് ഹൃദയത്തിൽ പിടിച്ചുകൊണ്ടു എന്ന് ഞാൻ വിചാരിക്കുന്നു. I believe this introductory message has caught your heart. നമ്മുടെ ഹൃദയത്തെ കർത്താവിലേക്ക് വശീകരിക്കുവാൻ, അട്രാക്ട് ചെയ്യുവാൻ ഇത് സംഗതിയാകട്ടെ. May this help us to attract our hearts towards God, കർത്താവിനെ അനുഭവിച്ചറിയുവാൻ കൃപ ചെയ്യട്ടെ. that we may really know Him. അവൻ നമ്മളോട് സംസാരിക്കട്ടെ. May He speak to us. അവന്റെ വ്യക്തിപ്രഭാവം കൊണ്ട് നമ്മുടെ ഹൃദയം നിറയട്ടെ. May our hearts be filled with His person. അവന്റെ വലിയ നാമം മഹത്വമാകട്ടെ. May His great name be glorified.